വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. അവർ മഹാപാപത്തിൻ്റെ മേൽ നിത്യമാകുന്നവരായിരുന്നു, സ്ഥിരമായി മഹാപാപങ്ങൾ ചെയ്യുന്നവരായിരുന്നു. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. ഹിൻസ് എന്ന് പറഞ്ഞാൽ സത്യം ലംഘിക്കലാണ്. സത്യം ലംഘിക്കലാണ്. ആദ്യം ഒരു സത്യം ചെയ്തിട്ട് അത് ലംഘിക്കാം. അള്ളാഹുവായിട്ടൊരു ഉടമ്പടി, അത് ലംഘിക്കാം. ഈമാൻ അള്ളാഹുവായിട്ടുള്ള ഉടമ്പടിയാണ്, അത് ലംഘിക്കുമ്പോൾ ശിർക്കായി. ഞാൻ നല്ല നിലക്ക് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം കഴിച്ചോളാ എന്ന് ആലമുൽ അർവാഹിലെ വാക്തത്വമാണ്. അത് ലംഘിക്കുമ്പോൾ അത് ദംഭായി, പാപമായി. അതുകൊണ്ടാണ് മഹാന്മാർ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം എന്നതിന് അയദ്ദംബിൽ അദീം ഔ അല ശിർക്ക് രണ്ടർത്ഥം കൊടുത്തത് കാണാം. മുശ്രിക്കീങ്ങളും പെടും, തെറ്റ് ചെയ്ത മുഅ്മിനീങ്ങളും പെടും. മഹാപാപം ചെയ്ത് തുടർന്നു പോകുന്ന, മഹാപാപത്തിൽ തുടരുന്ന നമ്മളെപ്പോലെയുള്ള പാപികളായ മുഅ്മിനീങ്ങൾ, ശിർക്ക് വെച്ച് പുലർത്തുന്ന പക്കാ മുശ്രിക്കുകൾ എല്ലാവരും പെടും. ഓരോരുത്തർക്കും അവർക്കനുസരിച്ച് നൽകും. വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അദീം. സത്യം ചെയ്തുറപ്പിച്ച ആ കരാറുകളെ പൊട്ടിച്ചു കളയലാണ് ഹിൻസ്. അതുകൊണ്ട് അള്ളാഹുവിന് അടച്ചു തീർക്കേണ്ട തീരുവകൾ അവർ അടച്ചു തീർത്തിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ നരകത്തിൽ കിടക്കേണ്ടി വന്നത്. അള്ളാഹ് പറയുന്നു, ഈ തീക്കാറ്റും ഈ ചുടുവെള്ളവും അതുപോലെ തന്നെ ഫീ സമൂമിൻ വഹമീമിൻ വളില്ലിൻ മിൻ ഹമൂം, ഈ തണലും കൊള്ളേണ്ടി വന്നത് അതുകൊണ്ടാ, ഈ പുകത്തണൽ. ഇനി അള്ളാഹ് പറയുന്നു, കുറേ വിഷയങ്ങൾ നമുക്ക് പറയാനുള്ളത് കൊണ്ട് വേഗം അങ്ങ് പറയാം. വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. ഇനി എന്താ അവർ നരകത്തിൽ കിടക്കാനുള്ള കാരണം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്കൊക്കെ ഉള്ള കുഴപ്പമാണ്, എല്ലാവർക്കും ഉള്ളതാണ്. വകാനൂ യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു, മക്കാ മുശ്രിക്കുകൾ പറയുന്നവരായിരുന്നു. നമ്മളും വിശ്വാസം വേണ്ടത്ര ഇല്ലാത്തവർ പറയുന്നു. എന്ത്? ഇദാ മിത്നാ, നമ്മൾ മരിച്ചിട്ടോ, വകുന്നാ തുറാബൻ വഇളാമ, നമ്മൾ മണ്ണും എല്ലും ഒക്കെ ആയിപ്പോയിട്ടോ, അഇന്നാ ലമബ്ഊസൂൻ, രണ്ടാമത് നമ്മളെ പുനരെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. അത് നടക്കൂലട്ടോ. അതൊരു മഹാസംഭവമായിട്ട് കാണുക. അതൊക്കെ എങ്ങനെയാ പരിപാടി? രണ്ടാമത് ജീവിക്കൽ ഇൻഷാ അല്ലാഹ്. അതിനൊക്കെ തെളിവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പറയാൻ പോവാണ്. അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ. ശേഷം വരുന്നുണ്ട് നന്ദി കെട്ട ജനത, റബ്ബിനോട് നന്ദി കെട്ട ജനത എന്ന വിഷയത്തിന് ഇൻഷാ അല്ലാഹ് ഞാൻ അവതരിപ്പിക്കും. അപ്പോൾ പറയാം. അപ്പൊ പുനരുത്ഥാനത്തെ നിഷേധിക്കലാണ് ഏറ്റവും വലിയ അബദ്ധം. പുനരുത്ഥാനം ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശരിക്ക് തലയിലാണ് തട്ടിനെങ്കിൽ പിന്നെ തെറ്റ് ചെയ്യൂലല്ലോ. തെറ്റ് ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? വേണ്ടതുപോലെ ഈമാനായിട്ടില്ല എന്നാണ്. വേണ്ടതുപോലെ ഈമാനായിട്ടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ എല്ലും മണ്ണും ആയാൽ പിന്നെ എഴുന്നേൽക്കൂലെന്നോ, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്നവർക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടൊന്നുമല്ല. അവരാ നിഷേധത്തെ പരമാവധി കടുപ്പം കൂട്ടുകയാണ്. അവർ വളരെ വിദൂരമായി കാണാൻ വേണ്ടി പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അവർ തുടർന്ന് ചോദിച്ചത്, അവ ആബാഊനല്ലവലൂൻ, അല്ല, ഒരു സെല്ല് പോലും ബാക്കിയില്ലാത്ത, മുഴുവനും മണ്ണായി പോയ, മറ്റു സംഗതികളായി രൂപാന്തരപ്പെട്ട, മരങ്ങളും വൃക്ഷങ്ങളും പഴങ്ങളുമൊക്കെയായി രൂപപ്പെട്ട നമ്മുടെ വാപ്പാപ്പന്മാർ, നമ്മുടെ അപ്പൂപ്പന്മാർ, അവരും രണ്ടാമത് എഴുന്നേൽപ്പിക്കപ്പെടുമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? അവാബാഊനല്ലവലൂൻ, ഞങ്ങളെ മുൻഗാമികളായ പിതാക്കന്മാരും ഇനിയും വരുമെന്നാണോ നിങ്ങൾ പറയുന്നത്? അവരൊക്കെ ഇന്നിപ്പോൾ എവിടെയാ? ആകെ തീർന്നില്ലേ? അവരും വരുമെന്നാണോ പറയുന്നത്? ഖുൽ, നബിയെ നിങ്ങൾ പറയണം, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ. അവർക്കെന്തേ സംശയം? എല്ലായിട്ട് എഴുന്നേൽക്കോ, മണ്ണായിട്ട് എഴുന്നേൽക്കോ, അപ്പൂപ്പന്മാരുണ്ടാകോ? നബിയെ നിങ്ങൾ പറഞ്ഞേക്ക്, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, തീർച്ചയായിട്ടും ആദ്യത്തവരും അവസാനത്തവരും, ആദം നബി തൊട്ട് ഖിയാമത്ത് നാൾ വരെയുള്ള സർവ്വജനങ്ങളും, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഒരു ഫിക്സ്ഡ് ദിവസം, അവിടെ ഒരു ഫിക്സ്ഡ് സമയമുണ്ട്. ആ സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടാകും. എഴുന്നേൽക്കാത്ത ഒരൊറ്റ കുട്ടിയും അന്നുണ്ടാവില്ല. അന്ന് എഴുന്നേൽക്കാത്ത ഒരൊറ്റ സാധു ഉണ്ടാകൂല എന്ന്. മീഖാത്ത്, നിശ്ചിത സമയം. മീഖാത്ത്, ഹജ്ജിന്റെ മീഖാത്ത് കേട്ടിട്ടില്ലേ? മീഖാത്ത് സമാനിയും മക്കാനിയും ഒക്കെ. നിശ്ചിത സ്ഥലം, നിശ്ചിത സമയം, ഇതിനാ മീഖാത്ത് എന്ന് പറയാം. മീഖാത്തി മഅലൂം ഇലാ മീഖാത്തി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പുനരുത്ഥാന നാള് അള്ളാഹുവിൻ്റെ കണക്കിൽ അറിയപ്പെട്ട ഒരു ഫിക്സഡ് ഡേറ്റാണ്. അതെന്നാണോ അന്ന് എല്ലാവരും അവിടെ എണീക്കും. ഒരു ഫിക്സഡ് നാള്, ഫിക്സഡ് സമയം, കൃത്യ സമയം, അന്ന് എല്ലാവരും ഇങ്ങോട്ട് എഴുന്നേൽക്കും. ഒരു നിശ്ചിത ദിവസം, ഒരു കൃത്യസമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അന്ന് എഴുന്നേൽക്കാത്ത ഒരൊറ്റ കുട്ടി ഉണ്ടാവില്ല. അപ്പം എല്ലാവരും ഇങ്ങോട്ട് തട്ടിക്കൊട്ടി എഴുന്നേറ്റിട്ട് അവിടെ എല്ലാവരും മേലോട്ട് നോക്കാൻ തുടങ്ങും. വനുഫിഖ ഫിസ്സൂരി ഫൈദാഹും
മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ. സൂറന്ന ഗാഹത്തിലാണ് ഊതുമ്പോഴാണത്. ഫൈദാഹും മിനൽ അജ്ദാസ്, ഉടനെ തന്നെ, ഒരു നിമിഷം പോലും പിന്തുന്നില്ല. ഫൈദാഹും, ഉടനെ തന്നെ അവരെല്ലാവരും മിനൽ അജ്ദാസി ഇലാ റബ്ബിഹിം യൻസിലൂൻ, അവരവരുടെ മണ്ണറകളിൽ നിന്ന് എഴുന്നേറ്റ്, ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ രക്ഷിതാവിനെ ലക്ഷ്യം വിട്ട് കൂലം കുത്തി ഒഴുകുകയാണ്. കണ്ടോ, എൻസിലൂൻ എന്ന പ്രയോഗത്തിലൊക്കെ റബ്ബിലേക്കുള്ള ഒഴുക്കിന്റെ കടുപ്പം ശരിക്കും ഇങ്ങനെ വരുന്നുണ്ട്. എൻസിലൂൻ, കുത്തി ഒഴുകുക റബ്ബിലേക്ക്. ഒരു ഒഴുക്കാണ്. അവിടെ എഴുന്നേറ്റാ പിന്നെ ആരും ചിന്തിച്ചിരിക്കണില്ല. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ കലാനന്ദൻ സാറ് ചിന്തിച്ചിരിക്കൂല, ഖുർആനിനെ വിമർശിക്കാനും കുതിര കയറാനും സമയം കണ്ട ഇടമറുക് ചിന്തിച്ചു നിൽക്കൂല, ആനന്ദ് സാറ് ചിന്തിച്ചു നിൽക്കൂല. ഒക്കെ എഴുന്നേറ്റാൽ നേരെ മണ്ണും പൊടിയൊക്കെ തട്ടിയിട്ട് റബ്ബിൻ്റെ അടുത്ത് ഓടുക. കാരണം എന്താ? ഇവരൊക്കെ നിഷേധിച്ചിരുന്നത് ഈ പ്രഥമഘട്ടത്തെ ആയിരുന്നു. ഇവർക്കൊക്കെ നടക്കൂല എന്ന് തോന്നിയിരുന്നത് ഈ പുനരുത്ഥാനായിരുന്നു. ഈ പുനരുത്ഥാനം നടന്നതോടുകൂടി ഇനി ഇവർക്ക് ഉറപ്പായി, ഇനി പരലോക ദുനിയാവെന്ന് കേട്ടതൊക്കെ നടക്കാനുള്ളതാണ്. അപ്പം ഞാൻ ആർക്കും സംശയമല്ല, ഇനി രക്ഷപ്പെടാനുള്ള മാർഗം നോക്കുക, അതാണ്. പക്ഷെ തൽക്കാലം സലാമത്താകൂല. അള്ളാഹു നമ്മയൊക്കെ സലാമത്താക്കി തരട്ടെ. പടച്ചോനെ, ഞങ്ങൾ നിൻ്റെ ഈ വചനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പടച്ചോനെ ഞങ്ങൾക്ക് നല്ല ഈമാനുണ്ട്, ഉറപ്പുണ്ട്, ഇതൊക്കെ വരും. പക്ഷേ പലപ്പോഴും മാനുഷികമായിട്ട് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. നീ ഞങ്ങളോട് പൊരുത്തപ്പെടണം റഹ്മാനെ, നീ പൊരുത്തപ്പെടണം റഹ്മാനെ. എല്ലാ പോരായ്മകളും നീ പരിഹരിച്ചു തരണം റഹ്മാനെ. ഇനി നോക്ക് നിങ്ങൾ, പുനരുത്ഥാനം അതങ്ങ് കഴിഞ്ഞിട്ട് ഖാലൂ, അവർ ചോദിക്കുകയാണ്, റബ്ബിലേക്ക് ഓടി വരും അശ്റാ മരുഭൂമിയിൽ. എന്നിട്ടതാ പരിചയക്കാരൊക്കെ കാണുന്നു. അന്ന് സംവാദം നടത്തി മലർത്തിയടിച്ച കൂട്ടുകാരുണ്ട്, പരലോകം നടക്കൂലേ? അങ്ങനെ സംവാദം നടത്തിയിട്ടൊരു പക്ഷേ നടക്കൂല എന്ന് പറഞ്ഞവൻ ജയിച്ചിട്ടുണ്ടാവാം, അവനൊക്കെ ഉണ്ട് അവിടെ. ഇപ്പം എങ്ങനെ ഉണ്ടടാ? മറ്റവൻ പറയും, അന്ന് സംവാദത്തിൽ ജയിച്ചത് ഞാനാണെങ്കിലും മോനെ ജയിച്ചത് നീയാ എന്ന് പറയുന്ന ഘട്ടമാണത്. അവിടെ അതാ തോറ്റയാളോട് പറയുന്നു, നീ പറഞ്ഞതായിരുന്നു ശരി, ഞാൻ എൻ്റെ വാചാലത കൊണ്ട് തൽക്കാലം നേടി, ശരിയാ, പക്ഷേ സംഗതി ഇതാ നടന്നിരിക്കുന്നു, ഇനി എന്ത് ചെയ്യും? ഇവരെല്ലാവരും പരസ്പരം പറയാണ്, ഖാലു യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. കണ്ടോ, യാ വൈലനാ, നമ്മുടെ നഷ്ടമേ, നമ്മുടെ ഖേദമേ, നമ്മുടെ സങ്കടപ്പാടേ. മമ്പഴസൻ, ആരാ നമ്മളെ വിളിച്ചുണർത്തിയത്? മിൻ മർഖദിന, നമ്മൾ സുഖമായിട്ട് ഉറങ്ങുന്ന കേന്ദ്രത്തിൽ നിന്ന്, ഉറക്കറയിൽ നിന്ന് നമ്മളെ ആരാ വിളിച്ചുണർത്തിയത്? ഇവരെ ഉറങ്ങുകയായിരുന്നു ഇതുവരെ. ഖബറിൽ ഇത്ര സുഖമായിരുന്നോ? ഖബർ, ഉറക്കറ എന്ന് പറയുമ്പോൾ നല്ല സുഖമുള്ള കേന്ദ്രമല്ലേ? ഉറങ്ങാൻ എന്തൊരു സുഖ, ഉറങ്ങാൻ നമുക്ക് എന്തൊരു സുഖ. ഉറക്കറയിൽ നിന്ന് നമ്മളെ എഴുന്നേൽപ്പിച്ചത് ആരാന്നാ ചോദിക്കുന്നത്? മിൻ മർഖദിന. ഇമാം റാസി പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഖബർ ശിക്ഷയില്ല എന്നല്ല. പക്ഷേ അതെന്താ സംഭവം എന്ന് പറയാം, ഖബറിൽ കിടക്കുന്നെന്ന് ഖബറിൽ അദാബ് തന്നെ എടുക്കാൻ മാത്രമുണ്ട്. പക്ഷേ എഴുന്നേറ്റ് നോക്കുമ്പോൾ മുമ്പ് കണ്ടത് അതിലേറെ വലിയതാ. അപ്പം അത് ഉറക്കറയായിട്ട് തോന്നുകയാണ്. അതാണ് ശരി. വലിയ കഷ്ടപ്പാട് വരുമ്പോൾ ചെറിയ കഷ്ടപ്പാടൊക്കെ സുഖലോക അനുഭവമായിട്ട് തോന്നും നമുക്ക്. അതൊക്കെ സാധാരണ ഉള്ളതാ. അപ്പം അതേ രൂപത്തിലാണ് യഥാർത്ഥത്തിൽ ഇവിടെയും സംഭവിക്കുന്നത്. ഖബറിൽ കിടക്കുമ്പോൾ ഖബറത്തെ അദാബൊന്ന് തീർന്നിട്ടാൻ വേണ്ടി വല്ലാതെ വിഷമിച്ചു. എന്നാൽ ഖബറിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴോ അത് മതിയായിരുന്നു എന്ന് തോന്നുകയാണ്. കാരണം അതിലും വലുതാ അപ്പം കണ്ടത്. അപ്പം അത് നല്ല ഉറക്കറയായി തോന്നുകയാണ്. മിമ്മർഖദിനാ ഹാദാ മാ വഅദ അർ-റഹ്മാനു വസദഖൽ മുർസലൂൻ. ഹാദാ മാ വഅദ അർ-റഹ്മാൻ, ഇത് എൻ്റെ രക്ഷിതാവിനോട് വാഗ്ദാനം ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തതായിരുന്നു. ഹാദാ മാ വഅദ അർ-റഹ്മാൻ, ഇത് പടച്ച റബ്ബ് വാഗ്ദാനം ചെയ്തതായിരുന്നു. വസദഖൽ മുർസലൂൻ, ഈ സന്ദേശം നമുക്ക് കേൾപ്പിച്ചു തന്ന പ്രവാചകന്മാർ പറഞ്ഞിരുന്നത് സത്യമായിരുന്നു. ആരാ പറയുന്നത്? മുഅ്മിനീങ്ങളും പറയും, കാഫിരീങ്ങളും പറയും. ഏതോ ഒരു വിഭാഗം മാത്രമേ പറയുള്ളൂ എന്ന് പറഞ്ഞവരുണ്ട്, 2 വിഭാഗം പറയുമെന്ന് പറഞ്ഞവരുണ്ട്. 2 വിഭാഗം പറയാം. മെന്റാലിറ്റി മാറിയാൽ മതി, മാനസികാവസ്ഥ മാറിയാൽ മതി. മുഅ്മിനീങ്ങൾ എങ്ങനെയാ പറയാ? ഹെടാ, ആരെ നമ്മൾ ഉണർത്തിയതെന്ന് വെക്കുമ്പോൾ മുഅ്മിനീങ്ങൾ അതിന് മറുപടി, ഇത് അള്ളാഹു വാഗ്ദാനം ചെയ്തല്ലേ, ഇതല്ലേ അന്ന് നമ്മൾ മസ്ജിദുൽ ഫത്ഹിൽ നിന്ന് കേട്ടത്, ഇങ്ങനെയൊക്കെ എഴുന്നേൽക്കുന്ന അന്ന് കേട്ടു, നമ്മളത് വിശ്വസിച്ചു, നമ്മളെ ജീവിതമൊക്കെ ഒന്ന് തിരുത്തി, നമ്മൾ നിസ്കരിച്ചു, നോമ്പ് വച്ചു, ഖുർആനോദി, നല്ല മട്ടത്തിൽ നടന്നു, സലാമത്തായില്ലേ? അതുകൊണ്ട് സന്തോഷത്തോടെ ഹാദാ മാ വഅദ അർ-റഹ്മാൻ വസദഖൽ മുർസലൂൻ, പ്രവാചകന്മാർ പറഞ്ഞത് ശരിയായിരുന്നു. പ്രവാചകന്മാർ നേരിട്ട് കേൾപ്പിച്ചവർ, പ്രവാചകന്മാർ കേൾപ്പിച്ച സന്ദേശങ്ങൾ കേൾപ്പിച്ചു തന്നവർ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ അവർ പറഞ്ഞ സന്ദേശങ്ങളാണ് നമ്മൾ ഇന്ന് കേൾപ്പിക്കുന്നത്.
ഇന്ന് നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്, പ്രഭാഷണങ്ങളിലൂടെ കേൾപ്പിക്കുന്നത് പ്രവാചകന്മാർ അന്ന് തന്ന സന്ദേശം. അപ്പോൾ പ്രവാചകന്മാരുടെ പ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ നമുക്ക് ആ സന്ദേശം നമ്മൾ കേൾക്കുന്നത് അവരിൽ നിന്നാണ്. ഏതായാലും അന്ന് നമ്മൾ പറഞ്ഞു അതൊക്കെ വെറുതെ പച്ചക്കള്ളം പറയാണെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ എത്തുമ്പോൾ പറയും വസദഖൽ മുർസലൂൻ, ആ പ്രബോധകരൊക്കെ പറഞ്ഞിരുന്നത് സത്യമായിരുന്നു, ആ പ്രവാചകന്മാർ അന്ന് നമ്മളെ കേൾപ്പിച്ചിരുന്നത് സത്യമായിരുന്നു. അവിടുന്ന് പറയും ശരിക്കും ഈമാനാകും. ഇവിടുന്ന് നമുക്ക് സംശയം കൊണ്ട് സംശയം, പക്ഷെ അവിടെ എത്തുമ്പോൾ ശരിക്കും ബോധ്യപ്പെടും. അപ്പോൾ ഏതാട്ടെ, നല്ല ജനങ്ങൾ സന്തോഷത്തോടെ പറയും നമ്മളന്ന് രക്ഷപ്പെട്ടടാ, ഓല് പറഞ്ഞത് ശരിയായിരുന്നു, ശരിയായിരുന്നു, ദരിദ്ര തെറ്റാന്നോ വിശ്വസിച്ച് അല്ല, ശരിയായിരുന്നു എന്ന് പറഞ്ഞത് നേരത്തെ വിശ്വസിക്കുന്നതിന് ഒന്നും കൂടെ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. ശരിയായിരുന്നടാ, അതുകൊണ്ട് സലാമത്തായി. മറ്റോലോ അയ്യടാ എന്ന ഭാഷയിലാണ് അത് പറയുന്നത്. ഹാദാമാ വയദർ റഹ്മാൻ, അന്നേ നമ്മൾ വയല് കേട്ടപ്പോൾ അതിനെ കുതിരയാക്കി, അന്നേ നമ്മൾ മോമിനീങ്ങളെ പരിഹസിച്ചു, അന്ന് നമ്മൾ യുക്തിവാദവും അതുപോലെ തന്നെ നമ്മൾ നിരീശ്വരവാദവും ഒക്കെ ആയിട്ട് നടന്നു. ഇപ്പൊ ഇതാ നമ്മുടെ മുമ്പിൽ ഇത് വന്നെത്തിയിരിക്കുന്നു. ഹാദാമാ വയദർ റഹ്മാൻ, ഇതായിരുന്നു അവിടുന്ന് കേട്ടീനെ വയല്. വസദഖൽ മുർസലൂൻ, ഓല് പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പെട്ടില്ലേ? അങ്ങനെയാണ് അവരതിനെ വിലയിരുത്തുന്നത്. ഹാദാ മാ വഅദർ റഹ്മാനു വസദഖൽ മുർസലൂൻ. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ പുനരുത്ഥാനം നടക്കും തീർച്ചയാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്ന ഈ പുനരുത്ഥാനം കഴിഞ്ഞിട്ട് ഇനി ആ ഭാഗവും കൂടെ നമുക്ക് കേൾപ്പിക്കണം. അതും കൂടെ കേൾപ്പിക്കുമ്പോഴേ ഇത് പൂർണ്ണമാവുള്ളൂ. ثم إنكم أيها الضالون المكذبون. ثم إنكم أيها الضالون المكذبون. പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ, ثم إنكم, പിന്നെ തീർച്ചയായിട്ടും നിങ്ങൾ, أيها الضالون المكذبون, അല്ലയോ വഴിപിടച്ചു നടന്ന റൗഡികളെ, പരലോകത്തെ നിഷേധിച്ചു നടന്നവരെ അല്ലാഹു വിളിക്കുന്നു. വല്ലാത്ത കടുപ്പുള്ള വിളി. ഓ റൗഡികളെ, അയ്യുഹദ്ദാല്ലൂനൽ മുകദ്ദിബൂൻ. ഇവിടെ നമുക്ക് അതൊരു പുതുമയില്ല, എത്ര കേട്ടാലും പുതുമല്ല. ഇത് അല്ലാഹ് പറയാണ്, എന്നോടാ പറയുന്നത്, നിങ്ങളോടാ പറയുന്നത്. എത്ര പറഞ്ഞാലും നന്നാവാത്തവനെ, ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ സഖൂം വൃക്ഷം തിന്നുക തന്നെ ചെയ്യേണ്ടി വരും. ലാകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾ സഖൂം വൃക്ഷം തിന്നുക തന്നെ ചെയ്യേണ്ടി വരും. സഖൂം വൃക്ഷം തിന്നേണ്ടി വരും. എന്താ ഈ സഖൂം വൃക്ഷം എന്ന് പറഞ്ഞാൽ? സഖൂം വൃക്ഷം, സഖൂം വൃക്ഷം വലിയ അപകടം നിറഞ്ഞൊരു മരമാണ്. അത് മുളച്ചു പൊങ്ങുന്നത് നരകത്തിലാണ്. നരകത്തിൽ മുളച്ചു പൊങ്ങുന്ന ഒരു പഴമാണ് സഖൂം വൃക്ഷം, ഒരു മരമാണ് സഖൂം വൃക്ഷം. അത് മുളച്ചു പൊങ്ങുന്നത് തന്നെ നരകത്തിൽ. അല്ലാഹു തആല സൂറത്തു സാഫാത്തിയിലായിരിക്കും ആ വിഷയം പറഞ്ഞതായിട്ട് കാണാം. അദാലിക ഖൈറുൻ നുസുലൻ അം ശജറത്തു സഖൂം ഇന്നാ ജഅൽനാഹാ ഫിത്നതൻ ലിൽസാലിമീൻ إنها شجرة تخرج في أصل الجحيم طلعها كأنه رؤوس الشياطين فإنهم لآكلون منها فمالئون منها البطون ثم إن لهم عليها لشوبا من حميم ثم إن مرجعهم لإلى الجحيم. സുബ്ഹാനല്ലാഹ്. ഈ മരം നാളെ നരകത്തുനിന്ന് കിട്ടുന്ന ഭക്ഷണവും വെള്ളവുമാണ് ഇഞ്ഞ് പറയുന്നത്. കുടിക്കാൻ കിട്ടുന്ന വെള്ളം, നേരത്തെ പറഞ്ഞത് നിൽക്കണ വെള്ളം, നമ്മൾ നിലകൊള്ളുന്ന വെള്ളത്തെക്കുറിച്ചാണ് നേരത്തെ പറഞ്ഞത്. ഇനി കുടിക്കാൻ കിട്ടുന്ന വെള്ളം, ആ ചുടുവെള്ളം കോരിയിട്ടാണ് കുടിക്കാൻ തരിക. അത് ഇൻഷാ അല്ലാഹ് പറയാം. അതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്നതാണ് ആദ്യം ഭക്ഷണമാണ്. ലആകിലൂന മിൻ ശജരിൻ മിൻ സഖൂം, നിങ്ങൾക്ക് സഖൂം വൃക്ഷം തീറ്റിപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളെ കൊണ്ട് തീറ്റിപ്പിക്കും, നിങ്ങൾ തിന്നേണ്ടി വരും. സഖൂം വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് മുളച്ചു പൊങ്ങുന്നത് നരകത്തിന്റെ അടിത്തട്ടിലാണ്. ഇന്നഹാ ശജറത്തുൻ തഖ്റുജു ഫീ അസ്ലിൽ ജഹീം, അത് നരകത്തിന്റെ അടിത്തട്ടിലാണ് മുളച്ചു പൊങ്ങുന്നത്. തൽഉഹാ കഅന്നഹു റൂസു ശയാതീൻ, ആ മരത്തിന്റെ തടിമരം കണ്ടാൽ, ആ മരത്തിന്റെ തണ്ടു കണ്ടാൽ അത് പിശാചിന്റെ തലയാണോ എന്ന് തോന്നിപ്പോകും.
കണ്ടാൽ തന്നെ പേടിയാവും. ആ മരത്തിൻ്റെ തല അങ്ങനെ കണ്ടാൽ പിശാച്ചിൻ്റെ തലയാണോ എന്ന് തോന്നിപ്പോകും. ഒരു പൈശാചിക മരം. കഅന്നഹാ വതൽഉഹാ തൽഉഹാ കഅന്നഹു റൂസുശ് ശയാത്തീൻ. ഇതാണ് ഈ മരം. കഅന്നഹു റൂസുശ് ശയാത്തീൻ വതൽഉഹാ കഅന്നഹു റൂസുശ് ശയാത്തീൻ. സൂറത്തു സാഫാത്തീർ 64-65 വചനം. ശരിക്കിതിൻ്റെ കടുപ്പം റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. കാണാൻ തീരെ കോലല്ല. കരീഹുൽ മന്ദർ, കാഴ്ചയിൽ വെറുക്കപ്പെട്ട മരമാണ്. വത്തുൻ, രുചിയും മോശമാണ്. രുചി ടേസ്റ്റും വളരെ മോശമാണ്. കറ്റുവാഴയേക്കാൾ കയ്പാണ്. റസൂലുള്ളാഹി പറഞ്ഞു വേറെ സ്ഥലത്ത്, അമറു മിനസ്വബിർ, കറ്റുവാഴയേക്കാൾ കയ്പാണ്. തൊട്ടാലോ ഹാറും ഫിൽ ലംസ്, തൊട്ടാ പൊള്ളും. മുൻതിനും ഫിറായിഹ, നാറിയിട്ട് മൂക്ക് പൊത്തണം ആ മരമുള്ളിടത്ത്. ഇങ്ങനത്തെ മരാണ്. ഇത് തിന്നണം തന്നെ വിഷയം. ഇത് തീറ്റിക്കും അല്ലാഹ്. ഈ മര തിന്നണ്ട കേട്ടോ, ഇതൊരു കായല്ല. ഇതിൽ നിന്ന് തിന്നേണ്ടി വരും എന്ന് പറയുമ്പോൾ കായാണെന്ന് ധരിക്കേണ്ട. അത് വേറെ കുറേ സംഗതികൾ തിന്നാനും കുടിക്കാനൊക്കെ ഉള്ള, തീയൊക്കെ വിഴുങ്ങാനുള്ളവരുണ്ട്, അതൊക്കെ വേറെ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് തുടങ്ങേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇത് തുടക്കാണ്. അതുകൊണ്ട് മിൻ ഷജരി മിൻ സക്കൂം എന്ന് പറഞ്ഞത്. സക്കൂം വൃക്ഷത്തിൽ നിന്ന് തുടങ്ങണം നിങ്ങളുടെ തീറ്റ. അതാണ് മിൻ എന്ന് പറയാനുള്ള കാരണം. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു കായല്ല. കുറേ അങ്ങനെ നമ്മൾ ചിലപ്പോൾ കുറേ പെട്ടെന്നുള്ള ധാരണകൾ അങ്ങനെയൊക്കെയാണ് പോവുക. നേരത്തെ പറഞ്ഞ പോലെ സൂചിൻ്റെ ഓട്ടാന്ന് പറയുമ്പോൾ പിന്നിലെ ഓട്ടാന്ന് മനസ്സിലാക്കുന്നത് പോലെ സൂചി പഴുതാണ് യഥാർത്ഥത്തിൽ. എന്നപോലെ ഇവിടെ നമ്മളിത് കേൾക്കുമ്പോൾ ഇതൊരു കായായിരിക്കും എന്ന് വിചാരിക്കും. കായല്ല, കള്ളിമുള്ള് കായല്ല, അതൊരു മുൾ മരമാണ്. ഒരു നെബത്താണ് എന്നാ പരിചയപ്പെടുത്തിയത്. അത് തിന്നാൻ പറയും. രണ്ടു ഭാഗവും വളഞ്ഞു നിൽക്കുന്ന സങ്കീർണമായ മുള്ളുകൾ. ആ മുള്ളുകൾ തിന്നാൻ കഴിയൂല. ആ മുള്ളുള്ള, എങ്ങനെയായാലും അതിൻ്റെ മുള്ള ഒഴിവാക്കി തിന്നാൻ കഴിയൂല. അത് മുള്ള ഒഴിവാക്കാൻ പറ്റൂല. ആ മുള്ളോട് കൂടി തിന്നണം. പതുക്കെ തിന്നാ മുള്ളും തിന്നാ. ഇതൊക്കെ ദുന്യാവിലേ നടക്കൂ, പരലോകത്ത് തിന്നിട്ട് നടക്കൂല. കാരണം അത്രയും സങ്കീർണമായ മുള്ള. ഈ മുള്ള് ഒരു കഷ്ണം അങ്ങോട്ട് തിന്നണമെങ്കിൽ, ഈ മുൾമരം തന്നിട്ട് ഒരു കഷ്ണം അങ്ങ് തിന്നണമെങ്കിൽ നല്ല പൊള്ളും ചെയ്യും, നല്ലോണം കഴിക്കും ചെയ്യും, നല്ലോണം മണക്കും ചെയ്യും. നോക്ക് നിങ്ങൾ, റസൂലുള്ളാഹി എത്രയാണ് ഇതിൻ്റെ ഒക്കെ ഒരു അദാബ്. എന്നിട്ട് ഇതിങ്ങനെ തിന്നുമ്പോൾ മോണ പൊട്ടും, അണ്ണാക്ക് പൊട്ടും, തൊണ്ട പൊട്ടും, പൊട്ടി തകരും, ആകെ വേദനിക്കും. അങ്ങനെ അത് തൊണ്ടയിൽ ചെന്ന് വിലങ്ങടിച്ചവിടെ കിടക്കും. ത്വആമൻ ദാ ഉസ്സത്തിൻ വഅദാബൻ അലീമ. തൊണ്ടയിൽ കെട്ടുന്ന ഭക്ഷണവും വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ ഇതാണ്. ഈ മുള്ളിൻ കൂടാരം തൊണ്ടയിൽ ചെന്ന് വിലങ്ങടിച്ചവിടെ കിടക്കും. അപ്പം ഇവൻ വാ പിളർത്തിയിട്ട് പടച്ചറബിനോട് വെള്ളം ചോദിക്കും. ആ കെട്ടാൻ ഇത് ഏതുവരെ തിന്നണം? ഒരു കഷ്ണം എങ്ങനെയോ കടിച്ച് എങ്ങനെയൊക്കെ തിന്നു. പടച്ചോനെ, ഇനി ഈ പറയരുത്, ഞാനൊരു കഷ്ണം എങ്ങനെയൊക്കെ ഒപ്പിച്ച് തിന്നിട്ടുണ്ട്. സൂറത്തുൽ വാഖിയുടെ വചനങ്ങളാ. ഞാനൊരു കഷ്ണം എങ്ങനെയൊക്കെ ഒപ്പിച്ച് തിന്നിട്ടുണ്ട്, ഇനി പറയല്ല എന്ന് പറഞ്ഞാൽ നിൽക്കാൻ കഴിയോ? ഇല്ല. അള്ളാഹു പറയുന്ന നിങ്ങൾ തിന്നേണ്ടി വരുമെന്നല്ല, തിന്നു നിങ്ങൾ വയറു വീർപ്പിക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ കഴിയൂല. മലപ്പുറം ഭാഷയിൽ പറയണം. ഞാനും മലപ്പുറത്തുകാരനാണ്, നിങ്ങളും മലപ്പുറത്തുകാരാണ്. നമുക്ക് മലപ്പുറം ഭാഷയിൽ പറയാം. തിന്നേണ്ടി വരുമെന്നല്ല, പള്ളറച്ച് തിന്നേണ്ടി വരും. അതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. പള്ളറച്ച് തിന്നേണ്ടി വരും. പള്ള നിറച്ച് തിന്നേണ്ടി വരും കേട്ടോ. കള്ളിമുള്ള്, സുബ്ഹാനല്ലാഹ്, എന്തൊരതാബ്. ഒരു കമ്പ് തന്നെ തിന്ന് തീർക്കാൻ കഴിയാത്തെടുത്ത് പള്ള നിറച്ച് തിന്നണം. അങ്ങനെ തിന്ന് തൊണ്ടയിൽ കെട്ടി. ആ തൊണ്ടയിൽ കെട്ടി വല്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ അള്ളാഹുവിനോട്, റബ്ബേ, ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ കൊള്ളാം എന്ന് പറയുമ്പോൾ അള്ളാഹു കൊടുക്കുന്ന വെള്ളമാണ് തൊട്ടടുത്ത ചർച്ച. ഫശാരിബൂന അലൈഹി മിനൽ ഹബീം. ആ ഭക്ഷണത്തിൻ്റെ മുകളിൽ അതിന് ദമ്മിടാൻ, അതിൻ്റെ മുകളിൽ അവന് കുടിക്കാൻ ഈ ചുടുജലം കൊടുക്കും. ഏത്? ഇവരെ ശരീരത്തിൽ നിന്നൊഴുകുന്ന, നേരത്തെ പറഞ്ഞ ആ മൂമിസാത്ത്, വ്യഭിചാരികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ഒക്കെ ഫർജിൽ നിന്നൊഴുകുന്ന ആ നദി, അതിങ്ങനെ കോരിയിട്ട് ഇവനിങ്ങനെ കുടിപ്പിക്കും. പടച്ചോനെ, പ്രത്യേകിച്ച് മദ്യപിച്ചവന് കുടിപ്പിക്കുമെന്ന് അന്ന് നമ്മൾ പറഞ്ഞു. അല്ലാത്തവൻ ഈ ചീഞ്ചലം
ഇതിങ്ങനെ കോരിക്കൊടുക്കും. ആ ചീഞ്ചലം ഒരു ഗ്ലാസ് അതാ കുടിക്കാൻ വേണ്ടി മുഖത്തോടടുപ്പിക്കുമ്പോൾ മുഖത്ത് നിന്ന് ഈ സാധനത്തിൻ്റെ കടുപ്പം കൊണ്ട്, ഈ വെള്ളത്തിൻ്റെ കടുപ്പം കൊണ്ട് മുഖത്ത് നിന്ന് അതാ മാംസം കുളും കുളും എന്ന് പറഞ്ഞു ഉരുകി ഇങ്ങനെ വീഴും ഇതിലേക്ക്. ആ വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണ്? ഇത്രയും ഓവർ ചൂടുള്ള വെള്ളം കുടിക്കാം. ഓവർ ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കയ്യിൽ കിട്ടിയാൽ, ഒരു ഗ്ലാസ് ഓവർ ചൂടുള്ള ചായ കയ്യിൽ കിട്ടിയാൽ, ചുടുവെള്ളം കയ്യിൽ കിട്ടിയാൽ, ബസ് വരാനായിട്ടുണ്ട്, ഭാര്യ എടുത്തു തന്നു, ഉമ്മ എടുത്തു തന്നു, മക്കളെടുത്തു തന്നു, എന്നാ നിങ്ങൾ തൽക്കാലം 2 ഊമ്പൂമ്പി അവിടെ വെച്ച് അതാ ഓടുന്നു ബസ് പിടിക്കാൻ. കാരണം ബസ് വരുമ്പോഴേക്ക് ഇത് കുടിച്ചു തീർക്കാൻ കഴിയില്ല. ഇതല്ലേ സാധാരണ ചെയ്യാറുള്ളത്. എന്നാ കേട്ടോ, നല്ല ഓവർ ചൂടുള്ള വെള്ള കയ്യിൽ കിട്ടിയത് എങ്ങനെ കുടിക്കും? ദുനിയാവിൽ നമുക്കത് കുടിക്കണമെങ്കിൽ സാധാരണ ചായ കുടിക്കാൻ ഒരു 1/2 മിനിറ്റ് മതിയെങ്കിൽ ഇതാ ഓവർ ചൂടുള്ളത് കിട്ടിയാൽ 1 മണിക്കൂറെങ്കിലും അങ്ങ് പിടിക്കും. ഇത് പതുക്കെ പതുക്കെ ഊമ്പി 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 അതുപോലെ വായിലേക്ക് പാർന്ന് ഒഴിച്ചതിൻ്റെ ശേഷം വായിലിട്ട് 2 കറക്കൊക്കെ കറക്കിയിട്ട് അവിടെ ഒരു സർക്കുലേഷനൊക്കെ നടന്നിട്ട് പിന്നെ അങ്ങ് പോകുകയാണെങ്കിൽ കുറേയൊക്കെ സ്ട്രോങ് കുറയും. എന്നാൽ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാമോ? നരകത്തിലെ വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കുടിക്കാമോ? ദുനിയാവിൽ ഊതി ആറ്റി കുടിക്കാം, വേണമെങ്കിൽ ആറ്റി മറ്റൊരു ഗ്ലാസ് എടുത്ത് അടിച്ച് ആറ്റി കുടിക്കാം, പതുക്കെ പതുക്കെ ഓരോ ഊമ്പ് വേണമെങ്കിൽ കുടിക്കാം. നരകത്തിൽ ഇത്രയും ഓവർ ചൂടുള്ള വെള്ളം കയ്യിൽ കിട്ടിയിട്ട് എങ്ങനെ കുടിക്കണം എന്നാ അല്ലാഹ് പറയുന്നത്? പടച്ചോനെ, ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് സൂറത്തുൽ വാഖിയയിൽ ഏറ്റവും കൂടുതൽ ഭയാനകമായി തോന്നിയത് ഈ പ്രയോഗമാണ്. ഫശാരിബൂന ശുർബൽ ഹീം. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും നിങ്ങൾ. പോത്ത് വെള്ളം കുടിക്കും പോലെ കുടിക്കേണ്ടി വരും നിങ്ങൾ. കുടിപ്പിക്കും ഞാൻ നിങ്ങളെ കൊണ്ട്. പടച്ചറപ്പ് പ്രഖ്യാപിക്കുകയാണ്, പോത്ത് കുടിക്കും പോലെ കുടിപ്പിക്കും ഞാൻ ആ വെള്ളം നിങ്ങളെ കൊണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതെനിക്കും നിങ്ങൾക്കൊക്കെ വരാനുള്ളതാണല്ലോ, എനിക്കും നിങ്ങൾക്കും വരാനുള്ള ഗതിയാണല്ലോ ഇത്. ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കും പോലെ നരകത്തിലെ വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയെ പറയുമ്പോൾ പോത്ത് കുടിക്കും പോലെ കുടിക്കണം. അതിൻ്റെ അർത്ഥം എന്താ? വലിച്ചു കുടിച്ചോളണം, അഡ്ജസ്റ്റ് ചെയ്യാൻ അനുവാദമല്ല. സുഹൃത്തെ, എവിടെ എത്തും നമ്മൾ ചിന്തിക്കണം. നമുക്ക് കൂത്താടണോ? നമുക്ക് നമ്മളുടേതായ ലോകത്ത് തിരിയണോ? സ്വന്തം ചിന്തിച്ചോ? അതൊക്കെ വരാനുള്ളതാണ്. ഇതിലൊക്കെ ഈമാനുള്ളവനാണല്ലോ എൻ്റെ മുന്നിലുള്ള എല്ലാ ചെറുപ്പക്കാരും. എന്നിട്ട് ഇനി നമ്മളെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കുക. എങ്ങനെയാണ് ഇപ്പം എൻ്റെ ജീവിതം? ഞാൻ ആര് പറഞ്ഞതാ കേൾക്കുന്നത്? ഞാൻ ആരുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ആർക്ക് വേണ്ടിയാണ് മുദ്രാവാക്യം വിളിക്കേണ്ടത്? ഞാനിപ്പം വിളിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒക്കെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അള്ളാഹു നമുക്കൊക്കെ സന്മനസ്സ് നൽകട്ടെ. അള്ളാഹു നമുക്കൊക്കെ സന്മനസ്സ് നൽകട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്ക് ഇതിരുന്നൊരു ബേജാറുമില്ല. അങ്ങനെയാണ്. നമുക്കിഞ്ഞിപ്പോൾ എത്ര തന്നെ കടുപ്പുള്ളത് കേട്ടാലും ഒരു ബേജാറുമില്ല. കാരണം ഈമാൻ്റെ കുറവാണ്. പഠിച്ചോനെ, ഇതൊക്കെ എനിക്ക് വരാനുള്ളതാണല്ലോ എന്നുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഭക്ഷണം, ലൈസ ലഹും ത്വാമുൻ ഇല്ലാ മിൻ ദരീഅ ലാ യുസ്ബിനു വലാ യുഗ്നി മിൻ ജൂഅ്. എല്ലാ ജുമുഅക്കും നമ്മൾ കേൾക്കുന്നതാണ്. 1.5 വിട്ട ജുമുഅക്കെങ്കിലും കേൾക്കും. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. കള്ളിമുള്ളേ അവർക്ക് ഭക്ഷണമുള്ളൂ. സക്കൂം എന്ന് പറഞ്ഞാലും വരീ എന്ന് പറഞ്ഞാലും ഗസ്ലീൻ എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാണെന്ന് പറഞ്ഞവരും അല്ല വ്യത്യസ്തങ്ങളായ അദാബാണെന്ന് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. ഏതാവട്ടെ, ഖുർആനിൻ്റെ ശൈലി കാണുമ്പോൾ പലപ്പോഴും മനസ്സിലാകുന്നത് ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ കള്ളിമുള്ള് എന്ന ഭക്ഷണം, ലാ യുസ്മിനു, അത് തടിക്ക് പിടിക്കുന്ന ഭക്ഷണമല്ല. വലാ യുഗ്നി മിൻ ജൂഅ്, വിശപ്പകറ്റുന്ന ഭക്ഷണവുമല്ല. വിശപ്പകറ്റുന്ന ഭക്ഷണവുമല്ല, തടിക്ക് പിടിക്കുന്ന ഭക്ഷണവുമല്ല, രണ്ടുമല്ല. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുക 3-4 കാര്യത്തിനാണ്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, 3-4 കാര്യത്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുക. അത് ഞാൻ ഫസ്റ്റ് ദിവസം പറയണമെന്ന് കരുതിയതായിരുന്നു, അന്ന് പറയാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ നമ്മളത് പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കേണ്ടത് ആ കാര്യം കൃത്യമായി നമ്മൾ ചിന്തിക്കുക. 3-4 കാര്യത്തിനെന്ന് പറയുമ്പോൾ ഒന്നിരിക്കൽ വയറ് നിറയാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. അപ്പോൾ പിന്നെ നമുക്ക് കൂട്ടാനൊന്നും വേണ്ട. നിഅ്മൽ ഇദാമു അൽ ജൂഅ്, ഏറ്റവും നല്ല കൂട്ടാൻ വിശപ്പാൻ. സദഖ റസൂലുള്ളാഹി
വയറ് നിറയാൻ വേണ്ടി ഭക്ഷണം കഴിക്കും. അത് രസം ഉണ്ടായിട്ട് തിന്നുക എന്നുള്ളതല്ല, എന്തെങ്കിലും തിന്നിട്ട് വയറ് നിറക്കുക. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുക തടിക്ക് പിടിക്കുന്നു കരുതിയിട്ടാണ്, വയറ് നിറയാൻ വേണ്ടിയിട്ടല്ല, തടിക്ക് പിടിക്കും. ഇപ്പോൾ കഷായമൊക്കെ കഴിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് കൊണ്ടും അല്ല വയറ് നിറയാനും അല്ല. കഷായം കുടിക്കുമ്പോൾ എന്താണ് ഈ കഷായം കുടിക്കണമെന്ന് വെച്ചാൽ പള്ളറിയാനാന്ന് പറയോ? പറയില്ല. അല്ല ഇതിൻ്റെ രസം കൊണ്ടാണെന്ന് പറയോ? അതുമില്ല. പിന്നെ എന്തിനാ? അത് ഉള്ളിലെത്തിയ കാര്യമാണ്. അപ്പോൾ തടിക്ക് പിടിക്കുമ്പോഴും തടിക്ക് ഉപകാരം ഉണ്ടെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കും. പിന്നെ ടേസ്റ്റ് മാത്രം ആസ്വദിക്കാൻ നമ്മൾ ഭക്ഷണം കഴിക്കും. അതിൻ്റെ ഉദാഹരണമാണ്, അന്ന് ഞാനത് പറഞ്ഞിട്ട് പൂർത്തിയായിട്ടില്ലായിരുന്നു, അപ്പോഴേക്ക് തങ്ങൾ വന്നു, നമ്മുടെ വിഷയം മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മൂന്നാമത്തത്, ഇപ്പോൾ കടല കുറിക്കുന്നത്, അതുപോലെ ചോളാപ്പൊരി തിന്നുന്നത്. ചോളാപ്പൊരിയൊക്കെ നല്ല ഉദാഹരണമാണ്. ചോളാപ്പൊരി തിന്നുന്ന ഒരാളോട് എന്താണ് അതിങ്ങനെ ഒന്നുമല്ല വിശന്നിട്ട് വയ്യ എന്നാരും പറയില്ലല്ലോ. വയറ് നിറയാൻ വേണ്ടി ചോളാപ്പൊരി ഒന്നുമില്ല. പിന്നെയോ തടിക്ക് പിടിക്കുന്നു കരുതിയിട്ടുമല്ല, അത് തിന്നാനൊരു രസം. അപ്പോൾ തിന്നാൻ രസം ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഭക്ഷണം കഴിക്കും. വയറ് നിറയാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കും. തടിക്ക് പിടിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കും, വിറ്റാമിനുള്ള ഭക്ഷണം. എന്നാൽ ഈ 3 ഗുണമില്ലാതെ മനുഷ്യൻ ഭക്ഷണം കഴിക്കുമോ? ഇല്ല. 3 ഗുണവും കൂടെ ഉള്ളതാണ് കേട്ടോ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. 3 ഗുണമുള്ളതാണ്. ഏതെങ്കിലും ഒരു ഗുണം ഉണ്ടായാൽ തന്നെ ഭക്ഷണം കഴിക്കും. എന്നാൽ നരകത്തിലെ ഭക്ഷണത്തിന് ഈ 3 ഗുണവുമില്ല. വയറ് നിറയോ? ഇല്ല. തിന്നും തോറും വിശക്കും. ലാക്കിലൂന മിൻ ഷജരി മിൻ സഖൂം എന്നതിൻ്റെ തഫ്സീറിലുണ്ട്, തിന്നും തോറും വിശക്കും. ഏതോ ഒരു മഹാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, തിന്നും തോറും അവർക്ക് വിശപ്പ് വരും. എന്നിട്ട് തിന്നും തോറും അവർക്ക് വിശപ്പ് വരും. വളരെ കഷ്ടമുള്ള ഒരു കാര്യമാണിത്, വളരെ കഷ്ടപ്പാടാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ വിശപ്പ് മാറൂല. രുചിയോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കയ്പ്പാണ്. രുചി ഒട്ടും സുഖകരമല്ല, പൊള്ളിയിട്ട് നിൽക്കാനും പോയി കഴിയില്ല. പിന്നെ ഇപ്പം എന്താ ഉള്ളത്? വയറ് നിറയൂല്ല, രുചിയുമില്ല, തടിക്ക് പിടിക്കൂല. അപ്പം ഇങ്ങനെ ഒന്നും ഇല്ലാത്ത ഭക്ഷണം അതാ ലാ യുസ്മിൻ, തടിക്ക് പിടിക്കാത്ത ഭക്ഷണമാണ്. വലായുഗ്നി മിൻ ജൂ, വിശപ്പകറ്റാത്ത ഭക്ഷണമാണ്. പിന്നെ ടേസ്റ്റ് അത് ആയത്തിൽ പറഞ്ഞിട്ടില്ല, ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കയ്പ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭക്ഷണവും വെള്ളമൊന്നും നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെറുപ്പക്കാരോട് പറയാണ്, ചെറിയൊരു മാറ്റം ചെറുപ്പക്കാരെ നമുക്ക് നിർബന്ധമാണ്. മാറിയില്ലെങ്കിൽ നമ്മൾ കുടുങ്ങും, ഉറപ്പിച്ചോ. മാറിയില്ലെങ്കിൽ ഞാനും നിങ്ങളും വലയും എന്ന് തന്നെ ഉറപ്പിച്ചു വെച്ചോളൂ. സുബ്ഹാനല്ലാഹ്, എത്ര ഗൗരവമുള്ളതാണിത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നാളെ ഒരു നരകചിത്രം പറയുന്നുണ്ട്. നാളെ നരകത്തിൽ കിടന്ന് കത്തിയെരിയുന്ന സമയത്ത് നമ്മളതാ ബഹുമാനപ്പെട്ട മലക്ക് മാലിക് നരകത്തിൽ നിന്നിങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മാലിക് അലൈഹിസ്സലാമിനെ വിളിക്കും നമ്മൾ. ആരാ മാലിക്? നരകത്തെ കാക്കുന്ന മലക്ക്. നരകത്തെ കാക്കുന്ന മലക്കിനെ വിളിച്ചിട്ട് പറയും, ഓ മാലിക്കേ, കത്തിയെരിയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി മാലിക്കേ, കഷ്ടപ്പെടുകയാണ് ഞങ്ങൾ എന്ന് മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയാണ്. ഞങ്ങൾ കഷ്ടപ്പെടുന്നു, വല്ലാതെ വേദനിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല തണുത്ത മഴയുള്ള, നല്ല തണുത്ത വെള്ളമുള്ള ഒരു മഴ തന്നാൽ ഞങ്ങൾക്ക് കൊള്ളാമായിരുന്നു എന്ന് മാലിക് അലൈഹിസ്സലാമിനോട് പറയുമ്പോൾ മാലിക് അലൈഹിസ്സലാം തിരിഞ്ഞു നോക്കുന്നില്ല. കുറേ കഴിയുമ്പോൾ 40 വർഷം അങ്ങനെ കൂവി വിളിക്കുമത്രേ. 40 വർഷം കൂവി വിളി. നരകത്തിലാണിത്. ഈ സംഗതിയൊക്കെ കൊണ്ട് 40 വർഷം കഴിയാൻ കഴിയോ? നരകത്തിൽ 40 വർഷം നമുക്ക് ഈ സംഗതിയുമായിട്ട് കഴിയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്ക്. നരകത്തിലാണ് ഈ പറഞ്ഞത്. 40 വർഷം കൂവി വിളിക്കുമ്പം അല്ലാഹു പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, 40 വർഷം കഴിയുമ്പോൾ അല്ലാഹു തആല പറയുന്ന, എന്നോടും നിങ്ങളോടുമായി പടച്ച റബ്ബ് പറയുകയാണ്. മാലിക് അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കാൻ, യാ മാലികു മാദാ യത്ലുബൂൻ, മാലിക്കേ അവരെന്താ ചോദിക്കുന്നത്? മാലിക്കേ എന്തേ അവർ ചോദിച്ചത്? മനസ്സിലായില്ലല്ലോ. അവരെന്തോ ചോദിച്ചോ? എന്താ അവർ ചോദിക്കുന്നത്? മാലിക് അലൈഹിസ്സലാമിനോട് ചോദിക്കാൻ. മാലിക് അലൈഹിസ്സലാം പറയുന്ന, അവർ ചോദിച്ചത് എന്താന്ന് പടച്ചോനെ എനക്ക് ശരിക്കും അറിയാലോ. ഈ എന്തിനാ ഇപ്പം എന്നോട് ചോദിക്കുന്നത്? അള്ളാഹ്ക്ക് ശരിക്കും അറിയാലോ ഇവരെന്താ ചോദിക്കണെന്ന്. പക്ഷെ ഇവരെ കുതിരയാക്കാണ്. 40 കൊല്ലം കഴിഞ്ഞിട്ടാ വിളിയേക്കണത്. നമ്മളാണെങ്കിൽ പിന്നെ വിളിക്കോ? നരകത്ത് നിന്ന് എത്രയും വിളിക്കൂട്ടോ. 40,000 കൊല്ലം കഴിഞ്ഞാലും വിളിക്കും. കാരണം എങ്ങനെയെങ്കിലും ഒരു സലാമത്ത് കിട്ടുമോ നോക്കാൻ. അങ്ങനെ വിളിച്ച് അവസാനം അല്ലാഹു ഉത്തരം ചെയ്യുകയാണ്. അത് ശരി, ഓല് വെള്ള ചോദിക്കണല്ലേ. മാലിക് അലൈഹിസ്സലാം പറഞ്ഞു, പഠിച്ചോനെ എനിക്ക് എന്നെക്കാൾ അറിയാം, നീ എന്നോട് ചോദിച്ചോണ്ട് ഞാൻ പറയാം.
ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഇന്നക അൻത അഅലമു മിന്നി, നിനക്ക് എന്നെക്കാൾ അറിയാം, പക്ഷേ നീ എന്നോട് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഇന്നഹും യത്ലൂബൂനൽ ഗൈസ്, അവരൊരു നല്ല തണുത്ത വെള്ളമുള്ള ഒരു മഴയാ റബ്ബേ ചോദിക്കുന്നത്. ശരി, അതാ ചോദിക്കുന്നതിനെ. തണുത്ത വെള്ളമുള്ളൊരു മഴ, തണുത്ത വെള്ളമുള്ള ഒരു മഴയാണ് അവർ ചോദിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ, ആ മഴ, തണുത്ത വെള്ളമുള്ള മഴ അവർ ചോദിക്കുമ്പോൾ അള്ളാഹു ഉടനെ തന്നെ നരകത്തിൻ്റെ മുകളിൽ ഒരു കാർമേഘം കയറ്റി. ആ കാർമേഘം കാണുമ്പോൾ ഇവർ ആഹ്ലാദിക്കുകയാണ്. എടാ എടാ, അടുത്ത നിമിഷം നമുക്ക് സമാധാനം വരും, നല്ല മഴ പെയ്യാൻ പോകുന്നു, നരകത്തിലേക്ക് നല്ലൊരു മഴ പെയ്യാൻ പോകുന്നു, നമ്മൾ സമാധാനമായി. ഇതാര് പറഞ്ഞതാ? റസൂലുള്ള സഹാബത്തിന് ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ. ഒരു സമയത്ത് നരകത്തിൻ്റെ ഒരു ചിത്രം, നരകത്തിൻ്റെ ഒരു ചിത്രം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തതാ. അപ്പം മഴ അങ്ങോട്ട് പെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, ചുവന്ന കാർമേഘം, ആ കാർമേഘം പെയ്തിറങ്ങി നോക്കുമ്പോൾ ഉർസിലത്ത് അലൈഹിമുൽ അഖാരിബ്, സുബ്ഹാനല്ലാഹ്, ഒരു തരം തീത്തേളുകൾ, തീത്തേളുകൾ, തീയിന്റെ തേളുകളാണ് മഴയായി വർഷിക്കുന്നത്. ആ തീത്തേളുകൾ ഇവർ ആക്രമിക്കുകയാണ് മഴയായി പെയ്തിറങ്ങിയിട്ട്. ഇവർ പറഞ്ഞു, പഠിച്ചോനെ, ഞങ്ങൾ ഇതല്ലായിരുന്നല്ലോ ചോദിച്ചിരുന്നത്, തണുത്ത വെള്ളമുള്ളൊരു മഴ ചോദിച്ചിട്ട് റബ്ബേ നീ തേൾമഴയാണല്ലോ ഞങ്ങൾക്ക് തന്നത്, റബ്ബേ ഞങ്ങളെ ഇനിയും നീ ശിക്ഷിക്കാൻ തന്നെയാണോ തീരുമാനം? ഇതുവരെ തീയിൻ്റെ കടി കൊണ്ടാൽ മതിയായിരുന്നു, ഇപ്പൊ തേളിൻ്റെ കടിയും കൂടെ ഏൽക്കണം. തീയിൽ കത്തിപ്പോകാത്ത ഒരു തരം തീത്തേളുകൾ, സുബ്ഹാനല്ലാഹ്, അതിൻ്റെ ശക്തമായ മർദ്ദനങ്ങൾ ഏൽക്കണം പാവങ്ങൾ. അപ്പം ആ കൂട്ടത്തിലൊരാൾ പറഞ്ഞു, എടാ, നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പൊറുതിയേട് പറഞ്ഞിട്ടായിരിക്കും അല്ലാഹു തആല ഇങ്ങനെയൊക്കെ നമ്മളെ കാട്ടിയത്. ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ? ക്ഷമിക്കാത്തതാ നമ്മളെ കുഴപ്പം. ദുനിയാവിൽ നമ്മൾ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം ഒറ്റ കാരണമാണ്, അത് അങ്ങനെ തന്നെയാണ്. ആൻസർ പെട്ടെന്ന് കണ്ടെത്താൻ ക്ഷമല്ല എന്നുള്ളതാണ് മനുഷ്യൻ രക്ഷപ്പെടാതിരിക്കാനുള്ള കാരണം. ഹറാമ് കാണും, നോക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. ഹറാമ് മുന്നിൽ വരും, എടുക്കാതിരിക്കണമെങ്കിൽ ക്ഷമ വേണം. ഹറാമായ സംഗതികൾ കാണാൻ ബന്ധപ്പെടാനുണ്ടാകും, ആ ഹറാമുമായിട്ട് മാറി നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. നിസ്കാരം മുമ്പിലെത്തുന്നു, അത് നിർവഹിക്കണമെങ്കിൽ ക്ഷമ വേണം. ആരാധനകൾക്ക് ക്ഷമ വേണം. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെങ്കിൽ ക്ഷമ വേണം. ഉമ്മ മരിക്കുമ്പോൾ, ഉപ്പ മരിക്കുമ്പോൾ, ഭാര്യ മരിക്കുമ്പോൾ, മക്കൾ മരിക്കുമ്പോൾ അപകടങ്ങൾ തരണം ചെയ്യണമെങ്കിൽ ക്ഷമ വേണം. ക്ഷമ ഉണ്ടെങ്കിൽ മനുഷ്യൻ മൊത്തം രക്ഷപ്പെടുമായിരുന്നു. ക്ഷമല്ലാത്തത് തന്നെയാണ് കുഴപ്പം. അപ്പോൾ ഇവർ പറഞ്ഞു, ക്ഷമല്ലാത്തത് കൊണ്ടാണ് നമ്മൾ കുടുങ്ങിയത്. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് ക്ഷമിച്ചു നോക്കുക, അപ്പോൾ അള്ളാഹ്ക്കൊരു കനിവ് തോന്നിയാലോ. നരകത്ത് നിന്നാപ്പതേ അവിടെ പോയിട്ട് വയല് അറിയാനും നന്നാക്കാനും ഒക്കെ ആളുണ്ടാവും. പറഞ്ഞു നോക്കുകയാണ്, നമ്മൾ കുറച്ചൊന്ന് ക്ഷമിച്ചു നോക്കുക, അഥവാ അള്ളാഹ്ക്കൊരു കനിവ് തോന്നിയെങ്കിലോ. അങ്ങനെ ഇരുന്നവർ ക്ഷമിക്കത്രേ. എല്ലാവരും പറയും, ആരും മിണ്ടിപ്പോകരുത്, വായടച്ച് പിടിക്കും, കടിച്ച് പിടിക്കും. അവരുടെ സങ്കടം അവർ കടിച്ച് പിടിക്കുന്നതിൻ്റെ ഇടയിലാണ് വിതുമ്പിപ്പൊട്ടുന്ന സങ്കടം ഇങ്ങനെ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ നിയന്ത്രിച്ച് വല്ലാതെ വേദനിക്കുന്നുണ്ട്, കരയണമെന്ന് പൂതിയുണ്ട്, പക്ഷെ കരയാതെ ക്ഷമിച്ചു നോക്കുക. അങ്ങനെ കുറേ നാൾ കഴിയും. കുറേ നാൾ കഴിയുമ്പോൾ ഒരു മറുപടി ഇല്ല അള്ളാൻ്റെ അടുത്തുനിന്ന്. അപ്പോൾ അയാൾക്ക് നിയന്ത്രണമാണ് പൊട്ടും. അയാളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണല്ലോ, അമ്പിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അയാൾ പറയും, സവാഉൻ അലൈനാ ജസിഅനാ അം സബർനാ. ഇവിടെ നമ്മൾ ക്ഷമിച്ചാലും കണക്കാണ്, പൊറുതിയേട് കാട്ടിയാലും കണക്കാണ്. എന്തെങ്കിലുമൊക്കെ തൊള്ളേ തോന്നി പറഞ്ഞോ, അതെങ്കിലും ഒരു സുഖമാണ് പറഞ്ഞോ. പിന്നെ എല്ലാവരും കൂടെ വിളിച്ച രണ്ടാമത് കൂവാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊക്കെ എനിക്കും നിങ്ങൾക്കും വരാനുള്ളതാണല്ലോ. അള്ളാഹുവേ, ഞങ്ങളെ നീ അങ്ങോട്ട് എത്തിക്കരുത് റഹ്മാനെ, ഞങ്ങളെ നീ അവിടെ എത്തിക്കരുത് റഹ്മാനെ, ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ, ഞങ്ങളെ കുടുംബത്തെ നീ സലാമത്താക്കണേ റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കളെ നീ രക്ഷിക്കണേ റഹ്മാനെ. നോക്ക് നിങ്ങൾ, പിന്നെ വിളിച്ച് കൂവാൻ തുടങ്ങി. മഴ 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 ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലാഹു തആല മഴ കൊടുക്കുകയാണ്. അല്ലാഹു മഴ കൊടുക്കുന്നു. അല്ലാഹു മഴ കൊടുക്കുമ്പോൾ അതാ വലിയ ഒരു കാർമേഘം വീണ്ടും കയറുന്നു. ആ കാർമേഘം കറുപ്പാണ്. ആ കാർമേഘം കറുപ്പാണ്. നേരത്തെ കയറിയ കാർമേഘം ചുവപ്പായിരുന്നു, ഇത് കറുപ്പാണ്. കറുപ്പായപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല പ്രതീക്ഷ ഉണ്ട്. കാരണം കടിഞ്ഞ കാർമേഘം ചുവപ്പായിരുന്നു. അപ്പം പിന്നെ തീത്തേള് വർഷിച്ചതിന് പറയേണ്ട, അത് ചുവപ്പായിരുന്നു മേഘം. ഇപ്പം കറുത്ത മേഘമായതുകൊണ്ട് ഇനി എന്തായാലും വെള്ളം തന്നെയാണ്. കറുത്ത മേഘമായതുകൊണ്ട് ദുനിയാവിൽ നിന്ന് കറുത്ത കാർമേഘം കയറിയാ നല്ല വെള്ളല്ലേ നമുക്ക് കിട്ടല്, ഇത് വെള്ളം തന്നെയാ എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളുമ്പോഴാണ് അതാ ഉർസിലത്ത് അലൈഹിമുൽ ഹയ്യാത്ത്. സുബ്ഹാനല്ലാഹ്, അവരിലേക്ക് പെയ്തിറങ്ങുന്നത് നീണ്ടു വലിഞ്ഞ തുള്ളികളാണ്, വലിയ സർപ്പങ്ങൾ. ഇതുവരെ തേളിന്റെ കടിയും തീയിന്റെ കടിയും അനുഭവിച്ചാൽ മതി,
ഇനി സർപ്പത്തിന്റെ കടിയും കൂടെ അനുഭവിച്ചേ പറ്റൂ. തീയിൽ കത്തിപ്പോകാത്ത ഒരു തരം സർപ്പങ്ങൾ. അപ്പൊ ഇവർ മാലിക്കിനെ വിളിച്ചിട്ട് ചോദിക്കും, അല്ല മാലിക്കേ, എന്താ അപ്പൊ റബ്ബിന്റെ തീരുമാനം? ഞങ്ങളെ ഇക്കോലത്തിൽ കട്ടപ്പെടുത്താൻ തന്നെയാണോ? മാലിക് പറയുന്ന, എടാ, ക്ഷമിക്കലും ക്ഷമിക്കാതിരിക്കലും ഒക്കെ അതൊക്കെ ദുനിയാവെന്ന് നോക്കണം. ഇവിടെ വന്ന് തരികിട കാണിച്ചിട്ട് കാര്യമില്ല. ദുനിയാവെന്ന് വയത് പറഞ്ഞപ്പോ നിങ്ങൾ നിഷേധിച്ചല്ലേ, ക്ലാസ് കേട്ടപ്പോ നിങ്ങൾ പരിഹസിച്ചല്ലേ, എന്റെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ കേട്ടപ്പോ നിങ്ങൾ ധിക്കരിച്ചല്ലേ, അവഗണിച്ചല്ലേ, ഖുർആനിനോട് അലംഭാവം കാണിച്ചല്ലേ. ഇൻഷാ അല്ലാഹ് ഒരു ദിവസത്തെ വിഷയം അതായിരിക്കും, വിശുദ്ധ ഖുർആനും വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അലംഭാവം. അഫബിഹാദൽ ഹദീസി അൻതും മുദ്ഹിനൂൻ. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഖുർആനിനോട് അലംഭാവം കാണിച്ചല്ലേ, അതിനെ അവഗണിച്ചല്ലേ. എന്നാൽ മാലിക് അലൈഹി ഇസ്ലാം പറഞ്ഞു, മക്കളെ ഒന്നും കരുതണ്ട, അവിടെ കിടന്നോ, അവിടെ കിടന്നോ, അവിടെ കിടന്നോ. കിടന്നാ പോരാ, ഒരു കാര്യം ഞാൻ പ്രഖ്യാപിക്കാം, ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. അതെന്താ? മക്കളെ, ലൻ നസീദകും ഇല്ലാ അദാബാ. ഇവിടെ നിങ്ങൾക്ക് അദാബുള്ളതിലും കുറച്ചും കൂടെ ഏറ്റിത്തരാനല്ലാതെ കുറക്കാനുള്ള പ്ലാൻ ഇല്ല. അതിപ്പോൾ തന്നെയാണ് പറഞ്ഞേക്കാം. ഒരു സഹാബി പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഓർത്തുകൂടാത്തത് അതാണ്. അങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ ഇനി പറയാം, ഇനിയും കൂട്ടിത്തരാൻ തന്നെയാണ് ആ തീരുമാനം. അത് വല്ലാത്തൊരു വാക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഈ നരകത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ എനിക്കും നിങ്ങൾക്കും കടക്കേണ്ടതെങ്കിൽ ഞാനും നിങ്ങളും ഒരിക്കലും ഈ വിഷയത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചിന്തിക്കണം. നമ്മുടെ ഭാഗത്ത് നിന്ന് അലംഭാവമുണ്ടാവാൻ പാടില്ല. നന്നായി കരുതണം, നന്നായി കരുതണം നമ്മൾ. നമുക്കുണ്ടോ ഇതൊക്കെ പറഞ്ഞിട്ട് തലയിൽ കയറുന്നു? ഇതൊക്കെ കേട്ടിട്ട് നമുക്കുണ്ടോ വല്ല പുതുമയും? അതാ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലൊരു സ്വഹാബി. ആ സ്വഹാബിക്ക് നരകം എന്ന് കേട്ടുകൂടാ. നരകം എന്ന് കേൾക്കുമ്പോഴേക്ക് അയാൾക്ക് ബേജാറാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് നിസ്കാരം കഴിഞ്ഞാൽ റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പഠിച്ചവനെ, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം, ദുന്യാവിലും ആഖിറത്തിലും ഹസനത്ത് നൽകണം, നരകശിക്ഷയെ തൊട്ട് ഞങ്ങളെ നീ കാക്കണം എന്ന പ്രാർത്ഥന നിർവഹിക്കുന്നുവെന്ന കാരണം കൊണ്ട് അത് കേൾക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരു അൻസാരി സഹോദരൻ, മദീനത്തുകാരനാണ്, നാട്ടുകാരനായ പ്രവർത്തകനാണ്. ആ പ്രവർത്തകൻ റസൂലുള്ളാഹിയുടെ വലതുഭാഗത്ത് നിന്നും നിസ്കരിച്ചാൽ കാണുന്ന കൂട്ടുകാരൻ അയാളെ നിസ്കരിച്ചിട്ട് കാണുന്നില്ല. ഇയാൾക്ക് പ്രശ്നം ഒന്ന് മാത്രമാണ്, റസൂലുള്ള ഈ ദുആ നടത്തുന്നു, അദാബന്നാർ, അന്നാർ, അന്നാർ, നരകം, 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 നരകശിക്ഷ ഞങ്ങളെ തൊട്ട് കാക്കണേ. നരകം, നരകം എന്ന് പറയുന്നത് ഇയാൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അത് കേൾക്കുമ്പോഴേക്ക് അയാൾ ആകെ പിടുത്തം വിടുകയാണ്. അപ്പൊ തൽക്കാലം നിസ്കാരം വേണ്ടെന്ന് കരുതി, ജമാഅത്ത് നിസ്കാരം വേണ്ടെന്ന് കരുതി വീട്ടിലിരിക്കാൻ തീരുമാനിച്ചു. നബിതങ്ങൾ നിസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അത് ശ്രദ്ധിച്ചു. നബിതങ്ങൾ ചോദിച്ചു, എൻ്റെ വലതുഭാഗത്ത് കാണുന്ന കൂട്ടുകാരനെവിടെ? അവർ പറഞ്ഞു, നബിയേ, നിങ്ങളിങ്ങനെ നരകം, നരകം, നരകം എന്ന് പറയുമ്പോൾ ക്ലാസ് എടുക്കുകയാണെങ്കിലും അങ്ങനെ, ദുആ ചെയ്യുകയാണെങ്കിലും അങ്ങനെ, നബിയെ അത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് അയാൾ പുരയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, എന്നാൽ സാരമില്ല, 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 ഞാൻ നാളെ അയാളെ ആശ്വസിപ്പിക്കാൻ അയാളെ വീട്ടിൽ ചെല്ലുന്നുണ്ടെന്ന് പറ നിങ്ങൾ. ഇവർ ചെന്ന് ആ വിവരം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഈ വിവരം കേട്ടതോടുകൂടെ കൂട്ടുകാരൻ അതൊരു പുതിയ ടെൻഷനായി. അത് പുതിയൊരു ടെൻഷനായി. ഇത്തരം സംഭവങ്ങൾ പറയാൻ ഇഷ്ടം പോലെ ഉണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഞാൻ ആയത്തുകൾ തന്നെ പറയാൻ കാരണം പരമാവധി തലയിൽ കയറട്ടെ എന്ന് കരുതിയിട്ടാണ്. സംഭവങ്ങൾ പറയുമ്പോൾ അതിൻ്റെ സ്വീകാര്യതയോ അതിൻ്റെ പ്രാമാണികതയോ ഒക്കെ കുറേ ചോദിച്ചേക്കാം. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും സംശയിക്കേണ്ടതില്ല. മഹാന്മാരെഴുതി വെച്ച നമ്മളെ സമുദ്ധരിക്കാൻ വേണ്ടി അവരെഴുതി വെച്ച ചരിത്രങ്ങൾ, അത് അവരെഴുതി വെച്ച സംഭവങ്ങൾ, അതൊക്കെ വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. തഫ്സീർ ഗ്രന്ഥങ്ങളിലും അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലുമൊക്കെ എഴുതി വെച്ച ചരിത്രങ്ങൾ വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നും വിഷമല്ല. പക്ഷേ ഖുർആനിൻ്റെ നേരിട്ട് ആയത്ത് ഇങ്ങനെ കിട്ടുമ്പോൾ അതെന്തായാലും പിന്നെ ഒരു കുട്ടിക്കും സംശയം ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ടാണ് ഇത്രയും സമയം അതെന്നെ പറഞ്ഞത്. ഇനിയും പറയാനുണ്ട് കുറേ ഭാഗങ്ങൾ. സൂറത്തുൽ മുത്തഫിഫീനയിലുണ്ട്, സൂറത്തുൻ നബയിലുണ്ട്, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ ഭാഗത്തും. പ്രത്യേകിച്ച് താഴെ ഒരു 3 ജുസ് ഇങ്ങോട്ട് മറിച്ചാൽ നരകവും സ്വർഗവും തന്നെയുള്ളൂ. പരലോകമാണ്, ആകെ പരലോകമാണ്.
അതൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഒരു ദിവസം കൊണ്ട് തരാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ സ്കൂൾ ഓഫ് ഖുർആനിലേക്ക് വരിക. സ്കൂൾ ഓഫ് ഖുർആൻ ഈ പള്ളിയിൽ നടത്തി വരുന്നു. അതിൻ്റെ കീഴിലാണ് ഈ ക്ലാസ്. 6 വർഷം 6.5 വർഷത്തോളമായി ആ ക്ലാസ് ഇവിടെ ആരംഭിച്ചിട്ട്. ഇപ്പോഴും അതിലെത്തിപ്പെടാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പുതുമുഖങ്ങളോട് ഞാൻ ഉണർത്തുന്നു, എല്ലാ ഞായറാഴ്ചയും സുബഹി നിസ്കാരാനന്തരം നടക്കുന്ന 1.25 മണിക്കൂർ മാത്രമുള്ള ക്ലാസ്, കൂടുതലില്ല, ആകെ 1.25 മണിക്കൂർ, അത്രേ ആ ക്ലാസ് ഉള്ളൂ. അതിൽ വരാൻ കഴിയുന്നവർ സുബഹിക്ക് പങ്കെടുക്കണം. അതിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അത് അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ കിട്ടും. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ആഴ്ചതോറും ഇതിങ്ങനെ കേൾക്കുമ്പോൾ പിന്നെ നമ്മൾ ഒടുക്കും പോകാമെന്നില്ല. ആഴ്ചതോറും കേൾക്കണം. ഇതിൻ്റെ വീര്യം കുറയരുത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ കേട്ടു, ഇനിയിപ്പോൾ അടുത്തല്ല അയാൾ കേൾക്കുക, അടുത്ത നോമ്പിന്, പിന്നെ അത് ഭയങ്കര പ്രയാസമാണ്. നബി തങ്ങളുടെ ഉത്ബോധനം എങ്ങനെയായിരുന്നു? എല്ലാ ആഴ്ചയും ഞങ്ങൾ ഉത്ബോധിപ്പിക്കുമായിരുന്നു എന്നാണ് ഹദീസിലുള്ളത്. കാരണം യുദഖ്യൂന, എല്ലാ ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ ഉത്ബോധിപ്പിക്കുമായിരുന്നു എന്ന് ഹദീസിലുണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ആ ഒരു ഉത്ബോധനം അത് വളരെ ഉപകാരപ്പെടും. നിങ്ങളൊക്കെ ആ ക്ലാസ്സിനെത്തണം എന്ന് പ്രത്യേകം ഉണർത്താൻ ഞാൻ പറഞ്ഞു വന്നത്. ഈ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇയാളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതിരാവിലെ റസൂലുള്ള ഇയാളെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ, റസൂലുള്ള ഇയാളെ പുരയിലേക്ക് കയറി ചെല്ലാൻ, വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഇയാൾ തലേന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. കാരണം ഇയാളുടെ പ്രശ്നം എന്താ? ഈ പ്രശ്നമാണ്, പടച്ചോനെ നാളെ എൻ്റെ ഹബീബ് എൻ്റെ വീട്ടിൽ വരുമല്ലോ, എന്തിനാ വരുന്നത് എന്ന് ഇയാൾക്ക് ചിന്തിക്കാൻ വയ്യ. കാരണം എന്തിനാ വരുന്നത്? നരകത്തെ തൊട്ട് ആശ്വസിപ്പിക്കാൻ. നരകം എന്ന് ആലോചിക്കുമ്പോഴേക്ക് ഇയാൾ പിടുത്തം വിടുക. അപ്പം നബി വരാന്ന് പറഞ്ഞത് ഇയാൾക്ക് പുതിയ ടെൻഷനായി മാറി. കാരണം നരകത്തെ തൊട്ട് ആശ്വസിപ്പിക്കാനാണല്ലോ നബി വരുന്നത്. അപ്പോഴേക്ക് ഇയാളുടെ മനസ്സിൽ നരകം എന്ന് വരികയാണ്. നരകം എന്ന് വന്നു കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തെക്കുറിച്ച് പറഞ്ഞ ആ ചിത്രം, പടച്ചോനെ അന്ന് നരകത്തിലെ തീപ്പൊരി പറക്കുന്ന ആയത്തിന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി തന്നത്, നരകത്തിലേക്ക് ആപ്പതിച്ച കല്ലിന്റെ ശബ്ദം റസൂലുള്ള ഗൗരവത്തോടെ ഉണർത്തിയത്, ഈ ചിത്രങ്ങളൊക്കെ ഇയാൾക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ്. പടച്ചോനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു, അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. അതിരാവിലെ റസൂലുള്ള അതാ കയറി വരുന്നു. റസൂലുള്ള കയറി വരുമ്പോ ഈ കൂട്ടുകാരൻ അല്ലാഹുവിന്റെ ഹബീബ് കയറി വരുമ്പോ അതാ ആ സന്തോഷം കൊണ്ട് എന്നെ സമാധാനിപ്പിക്കാൻ വരുന്നു റസൂല്. അതോടൊപ്പം തന്നെ എന്നെ സമാധാനിപ്പിക്കാൻ വരുന്നത് കത്തിയാളുന്ന നരകത്തെ തൊട്ടാണ്. പടച്ചോനെ, കത്തിയാളുന്ന നരകത്തെ തൊട്ട് എന്നെ സമാശ്വസിപ്പിക്കാൻ ആർക്ക് കഴിയും? അല്ലാഹുവിന്റെ ഹബീബിന് കഴിയോ? കാരണം ആ ഹബീബല്ലേ എനിക്ക് നരകത്തിന്റെ വളരെ ഗൗരവമുള്ള ചിത്രങ്ങൾ പറഞ്ഞു തന്ന് എന്നെ പേടിപ്പിച്ചതാ ഹബീബല്ലേ. ബേജാറോടെ കടന്നു വരുന്ന ഹബീബിന്റെ അടുത്തേക്ക് മുറ്റത്തേക്ക് അങ്ങ് എടുത്തു ചാടി. ഓടിച്ചെന്ന് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടി ഇങ്ങ് പിടിച്ചിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലമാൻ അല്ലമാൻ. ഫഅതനഖഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഖറ മയ്യിതാ. സുബ്ഹാനല്ലാഹ്. ഓടി അങ്ങ് ചെന്നു, അണഞ്ഞുകൂടി അല്ലാഹുവിന്റെ ഹബീബിനെ അങ്ങ് പിടിച്ചു, ആലിംഗനം അങ്ങ് ചെയ്തു, കൂട്ടി ഇങ്ങ് പിടിച്ചിട്ട് ഈ സഹോദരൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാൻ, യാ റസൂലല്ലാഹ്, അല്ലമാൻ അല്ലമാൻ, നബിയേ ഈ പാവത്തെ രക്ഷിക്കണം നബിയേ, ഈ പാവത്തെ രക്ഷിക്കണം നബിയേ, ഞാൻ നരകത്തിലേക്കാണ്, എന്നെ രക്ഷിക്കണം നബിയേ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരത്തില് തിരുബോഡിയില് ആഞ്ഞു പിടിച്ചിട്ടുണ്ട്, മുറുക്കി പിടിച്ചിട്ടുണ്ട്. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കൈകൾ പതുക്കെ പതുക്കെ അഴഞ്ഞു, പതുക്കെ പതുക്കെ അങ്ങനെ ലൂസാകാൻ തുടങ്ങി. അതാ വഖറ മയ്യിത്ത, മലർന്നങ്ങ് വീണൂട്ടെ, മയ്യിത്തായി വീണതാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞു നിന്ന് അയാളുടെ നെഞ്ചത്ത് തൊട്ടു നോക്കി. വഹുവ ലാ യതഹറക് വലാ യതനഫസ്, ഇല്ല, അവർ ശ്വസിക്കുന്നില്ല, നാഡീമിടിപ്പുകൾ അവസാനിപ്പിച്ചിരിക്കുന്നു, ഹൃദയമിടിപ്പ് അവസാനിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ കണ്ണീരിൽ കുതിർന്നുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ജഹിസൂ സ്വാഹിബക്കും ഫഇന്നൽ ഖലഖ മിനന്നാർ ഖദ് ഫലദ കബിദ. നിങ്ങളുടെ കൂട്ടുകാരനെ സംസ്കരിക്കാൻ നോക്ക്, നിസ്കരിക്കാൻ നോക്ക്, കുളിപ്പിക്കാൻ നോക്ക്, കഫൻ ചെയ്യാൻ നോക്ക്, നിസ്കരിക്കാം, നമുക്കവനെ മറമാടാം. ഫഇന്നൽ ഖലഖ മിനന്നാരി ഖദ് ഫലദ കബിദ. നരകത്തെക്കുറിച്ചുള്ള വിഭ്രാന്തി അയാൾക്ക് അറ്റാക്കാക്കിയിരിക്കുകയാണ്. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അറ്റാക്കായി പോയ ആള് എന്താ പ്രശ്നം? നരകത്തെക്കുറിച്ച് ചിന്തിച്ചതാണ്, നരകത്തെ പേടിച്ച് കരഞ്ഞതാ. സുഹൃത്തെ, എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ നരകത്തെക്കുറിച്ചൊരു പേടി നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? നല്ലോണം ചിന്തിക്കണം. റബ്ബേ, പൊള്ളുന്ന ചർച്ചയാണ് ഞങ്ങൾ ഇന്ന് ചെയ്തത്. അല്ലാഹ്, ഇതൊരിക്കലും സഹിക്കാൻ കഴിയുന്നവരല്ല ഞങ്ങൾ.
ഒരിക്കലും ഇത് സഹിക്കാനും ഓർക്കാനും കഴിയുന്നവരല്ല. റബ്ബേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ, ഞങ്ങളെ നീ സലാമത്താക്കണം റഹ്മാനേ. പഠിച്ചവനെ റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഖബറിലാണ്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങൾ ഖബറിലുള്ളവരുണ്ട്, ഞങ്ങളുടെ മക്കൾ ഖബറിലുള്ളവരുണ്ട്. റബ്ബേ, ഞങ്ങളിൽ മരിച്ചുപോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷമാക്കണം റഹ്മാനേ, സന്തോഷമാക്കണം റഹ്മാനേ. പഠിച്ചവനെ, നാളെ ഞങ്ങളുടെ മാതാപിതാക്കളെ നീ ഖബറിൽ നിന്ന് നാളെ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് റഹ്മാനേ. പഠിച്ചവനെ, നാളെ പുനരുത്ഥാന ശേഷം നരകത്തിലെ തീ, ആ നരകത്തിലെ തീ കത്തിച്ചു റെഡിയാക്കുന്നത്, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് അന്നാസു വൽ ഹിജാറ, എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യന്മാരെ, വൽ ഹിജാറ, കല്ലുകളെയുമാണ്, കല്ലുകളെയും മനുഷ്യന്മാരെയുമാണ് നരകത്തിൽ കത്തിക്കുന്നതെന്ന് പറയുമ്പോൾ അത് വളരെ ബേജാറുള്ള സംഗതിയാണ്. നാളെ കത്തിക്കുന്നത് നരകത്തിൽ കല്ലുകളെയും മനുഷ്യരെയുമാണ്. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യ മക്കൾ ഞാനും നിങ്ങളും ആകുമെന്ന് ബേജാറാവണം. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു, യൂഖദു അലൈഹാ അൽഫാ മിൻ ഹത്ത ബിയല്ലത്ത് ثم يوقد عليها ألفا من يوقد عليها ألفا من حتى احمرت ثم يوقد عليها ألفا من حتى بيضت ثم يوقد عليها ألفا من حتى اسودت. നരകത്തിലെ തീയ് കത്തിച്ച് കത്തിച്ച് 1000 കൊല്ലം കത്തിക്കുമ്പോൾ നരകത്തിലെ തീയ് ചുവന്ന് തുടുത്തു നിൽക്കും. സദഖ റസൂലുള്ളാഹി. പിന്നെയും 1000 കൊല്ലം കത്തിക്കുമ്പം വെളുത്തുരുണ്ട് നിൽക്കും. സദഖ റസൂലുള്ളാഹി. പിന്നെയും 1000 കൊല്ലം കത്തിക്കുമ്പോ നരകത്തിലെ തീയ് കറുകറുന്നനെ കറുത്ത കരിക്കട്ട പോലെ കറുത്തിരിക്കും. സദഖ റസൂലുള്ളാഹി. ഇമാം റാസി ഈ തഫ്സീർ എടുത്തത് കാണാം, ഈ ഹദീസ് തൻ്റെ തഫ്സീറിൽ എടുത്ത് ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് സംബന്ധമായൊരു മറ്റൊരു സംഭവവും കൂടെ കാണാം വേറെ സിയറിൻ്റെ കിതാബുകളിൽ. റസൂലുള്ളാഹി തങ്ങൾ ഈ സംഭവം ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ, നരകത്തിൻ്റെ ചൂട് ഇത്രയും ഗൗരവമാണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ആ പറഞ്ഞതൊക്കെ ശരിക്കും ബോധ്യപ്പെടണം. ആദ്യം കത്തിക്കുമ്പോൾ ചുവപ്പ്, നമുക്ക് അത്ഭുതമൊന്നുമില്ല, നമ്മൾ കാണുന്ന തീയ് ഒരു ചുവപ്പ് കളറാണ്, ഒരു മഞ്ഞ കളറാണ്. എന്നാൽ അവിടെ നിന്ന് വിട്ടാൽ പിന്നെ വെളുപ്പാ. ഈ കാണുന്നത് പ്രകാശം, ഇത് തീയല്ല, ഇത് പ്രകാശമാണ്, ബൾബിൻ്റെ ലൈറ്റാണ്. പ്രകാശവും തീയും രണ്ടാ. ഇതിങ്ങനെ കത്തി ആളുകയാണെങ്കിൽ അത് എത്രയേ ഉണ്ടാവുള്ളൂ, ചുവപ്പ് കളറേ ഉണ്ടാവുള്ളൂ. എന്നാൽ കത്തിയാളുന്ന തീയ്, നമ്മൾ നേരത്തെ പറഞ്ഞ കൊട്ടാരത്തിൻ്റെ വലുപ്പമുള്ള ഉയരമുള്ള ഒട്ടകത്തിൻ്റെ വലുപ്പമുള്ള തീപ്പൊരികൾ എറിയുന്ന ആ നരകം, കത്തിയാളുന്ന നരകം, അതിങ്ങനെ വെളുത്തുരുണ്ട് നിൽക്കുക. കത്തിയാളുന്ന തീജ്വാല അതാണ് വെളുത്ത് ഇതേ കളറിൽ ഇങ്ങനെ നിൽക്കുക. അത് ചൂട് കൂടുമ്പോൾ അങ്ങനെയാണ്. നമുക്കിപ്പോൾ അത് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ട്? നമ്മളിപ്പോൾ കണ്ടു വന്നില്ലേ, നമ്മളൊക്കെ ഇന്നിപ്പോൾ കാണാൻ തുടങ്ങി. കാരണം നല്ല സ്ട്രോങ് ഉള്ള തീ, നമ്മൾ അടുപ്പത്തെ തീയിൻ്റെ കാര്യമല്ല, കുറച്ചൊരു കളർ കൂടുതലുണ്ട്. ഇത്രയാണ്ടായിട്ടില്ലെങ്കിലും ആകും. സ്ട്രോങ് കൂടിയാൽ അങ്ങോട്ടാ വരിക എന്ന് ഉറപ്പാണ്. കാരണം വെള്ള കളറാണ് സ്ട്രോങ് ഉള്ള തീ. വെൽഡിങ് സെൻറ്ററിൽ നിന്നൊക്കെ പൊങ്ങുന്ന തീപ്പൊരികൾ, തീ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ അടുപ്പിൽ നിന്ന് പൊങ്ങണായിരി ആവില്ല, കുറച്ചുകൂടി സ്ട്രോങ് ഉണ്ടാകുമ്പോൾ നല്ല കളറുണ്ടാവും. എന്നാൽ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാം. സ്വഹാബത്തിന് അതിൻ്റെ ആകെ ബേജാറാകും. അത് കഴിഞ്ഞിട്ട് റസൂലുള്ള പറയാ, പിന്നെ 1000 കൊല്ലം 3000 കൊല്ലം ഇതങ്ങോട്ട് പാളി അങ്ങ് കത്തുമ്പോൾ നല്ലോണം ആഴത്തിലും നീളത്തിലും അത് ശരിക്ക് കത്തിപ്പാളുമ്പോൾ ആ നരകത്തിലെ തീ സുബ്ഹാനല്ലാഹ് 3000 കൊല്ലം കഴിയുമ്പോൾ കരിക്കട്ട പോലെ കറുത്തിരിക്കും. ഫഹിയ സൗദാഉ മുദ്ലിമ ലാ യുത്ഫഉ ലഹീബുഹ, കൂരിരുട്ടുള്ള കാളരാത്രിയെപ്പോലെ കറുത്തിരിക്കും. സുബ്ഹാനല്ലാഹ്, അതിൻ്റെ തീജ്വാലകൾ അണക്കപ്പെടുന്നില്ല. കെട്ട കരിക്കണലല്ല ചർച്ച, ഈ കത്തിപ്പൊങ്ങുന്ന തുള്ളിച്ചാടുന്ന തീജ്വാല തന്നെയാണ് ഈ പറഞ്ഞത്. കറുപ്പ് 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 കറുകറുന്നനെ കറുത്തിട്ട്. അപ്പോൾ എത്ര ഉണ്ടാകും ആ തീയിൻ്റെ ചൂട്? സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞപ്പോഴാണ് സദസ്സിൽ നിന്നൊരു സഹാബി പൊട്ടി അങ്ങ് കരഞ്ഞത്. അതും കൂടെ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്താം.
സദസ്സെന്നൊരു സഹാബി പൊട്ടി അങ്ങ് കരഞ്ഞു. ഒരായത്തും കൂടെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, മറന്നെങ്കിൽ ഓർമ്മിപ്പിക്കണം. പൊട്ടി അങ്ങ് കരഞ്ഞു. ഇദ്ദേഹം പിടുത്തം വിട്ട് കരഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. നബി തങ്ങൾ ഇയാളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. നസലൽ അമീൻ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, മനിൽ ബാക്കി ബൈന യദൈക യാ ഹബീബല്ലാഹ്. നബിയേ, നിങ്ങളെ മുമ്പിലിരുന്ന് കരഞ്ഞ മനുഷ്യൻ എവിടെ നബിയേ? നിങ്ങളെ മുമ്പിൽ നിന്ന് ഇപ്പോൾ കരഞ്ഞ മനുഷ്യൻ. അപ്പോഴേക്ക് അവിടെ മെസ്സേജ് കിട്ടി, ഇങ്ങനെ ഒരു നല്ലൊരു മനുഷ്യൻ ഇവിടെ കരഞ്ഞിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിനൊരു വാർത്ത കൊണ്ടുപോയി കൊടുക്കണം. ആ മനുഷ്യൻ എവിടെ ഒന്ന് കാണിച്ചു തരുമോ? നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. ഇതാ നല്ല മനുഷ്യനാണ്, അയാൾ വളരെ കറക്റ്റാണ്. നിസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം. അവിടുന്ന് പറഞ്ഞു, വേണ്ട, നിർത്തിയേക്ക്. നബി അതൊന്നും പറയണ്ട, അയാൾ ചെയ്ത നന്മകളും അതൊന്നുമല്ല ഞാൻ ചോദിച്ചത്. ഇയാളാണോ നരകത്തെ പേടിച്ച് കരഞ്ഞത്? നരകത്തെ പേടിച്ച് കരഞ്ഞത് മനുഷ്യനാണെങ്കിൽ ഇനി ബാക്കിയുള്ള കാര്യമൊന്നും ചിന്തിക്കണ്ട, ഇയാൾ സലാമത്തായിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തെ നരകത്തെ തൊട്ട് രക്ഷപ്പെടുത്തിയിരിക്കുന്നു. ഇനി നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളൊരു ഓഫർ നൽകിയേക്കുക. ഇത് ഇദ്ദേഹത്തിനുള്ള സ്പെഷ്യൽ ഓഫർ. ഇനി നിങ്ങളെ കൂട്ടുകാർക്ക് എന്നെ ഓർത്ത് എന്നെ ഭയന്ന് ഏതെങ്കിലും ഒരു അടിമയുടെ കണ്ണ് ഒലിക്കുകയാണെങ്കിൽ അവന് ഞാൻ സ്വർഗത്തിൽ അവൻ്റെ കണ്ണിന് കൂടുതൽ ചിരിക്കാനും എന്ന് പറഞ്ഞാൽ സന്തോഷിക്കാൻ ഞാൻ അവസരം നൽകും എന്ന് പറഞ്ഞേക്കുക. നോക്കുങ്ങൾ, ഇന്ന് ഈ സംഭവം ഇവിടെ പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ കരഞ്ഞു. ഒരുപാട് ആളുകളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നു. രക്ഷപ്പെട്ടു. അല്ലാഹു നമ്മുടെ കണ്ണുനീർ സ്വീകരിക്കട്ടെ. കരഞ്ഞാൽ മംബകാമിൻ ഖശിയത്തില്ല ഫലൻ യലിജന്നാർ. കരഞ്ഞു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ കടക്കൂല. കരയുക, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ജീവിതം ശുദ്ധാക്കുക. എന്നാൽ നരകത്തിൽ കടക്കൂല, ഉറപ്പാണ്. നബി തങ്ങൾ പറഞ്ഞു, ഫലൻ യലിജന്നാർ, അവൻ നരകത്തിൽ കടക്കൂല ഹത്താ യഊദൽ ലബനു ഫിൽ ദിർ. കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. നബി തങ്ങളുടെ പ്രയോഗം നോക്ക്, കറന്നെടുത്ത പാൽ അകിട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ. കറന്നെടുത്ത പാല് പിന്നെ ഔട്ടിക്ക് പോകില്ലല്ലോ, ജീവിയുടെ അകിട്ടിലേക്ക് അത് തിരിച്ചു പോകൂല. അതൊരു സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഗതിയാണ്, മുഹാലാണ്. സാധാരണ സംഭവിക്കാൻ പാടില്ലാത്തൊരാദിയായ മുഹാലാണത്, സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കൂല. അതുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിലും കടക്കൂല. പക്ഷെ പിന്നെ അവൻ ശുദ്ധാകണം, മുതലക്കണ്ണീരാകാൻ പാടില്ല. ശരിക്ക് കണ്ണീരൊലിപ്പിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നന്നായി ജീവിക്കണം. ഇന്ന് മുതൽ എൻ്റെ ചെറുപ്പക്കാർ നന്നാകാൻ നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, സുഹൃത്തേ, അള്ളാഹു നിന്നെ നരകത്തെ തൊട്ട് സലാമത്താക്കിയിരിക്കുന്നു. ഇയാൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. സന്തോഷം കൊണ്ട് അയാൾ ഉടനെ തന്നെ ആ നിമിഷം അദ്ദേഹം ലോകത്തോട് വിട പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിന് സ്വർഗം ഓഫർ ചെയ്യുമ്പോൾ മറ്റുള്ളവർ ഒച്ചപ്പാടുണ്ടാക്കി. നബി പറഞ്ഞു, അദ്ദേഹം നരകത്തെ തൊട്ട് കരഞ്ഞു, നരകത്തെ പേടിച്ച് കരഞ്ഞു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളും കരഞ്ഞോ. കരഞ്ഞെങ്കിൽ നിങ്ങൾക്കും സലാമത്തുണ്ട്. അങ്ങനെ ആ നബിതങ്ങൾ പിന്നീട് നരകവും സ്വർഗവും ഒക്കെ പറഞ്ഞു ഖുർആനിന്റെ പൊള്ളുന്ന വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അഫബിഹാദൽ ഹദീസ്, നിങ്ങൾ ഈ ഹദീസ് കൊണ്ടാണോ തഅജബൂൻ, ഈ വാർത്ത കേട്ടിട്ടാണോ? അഫമിൻ ഹാദൽ ഹദീസ് തഅജബൂൻ വതളഹകൂൻ വലാ തബ്കൂൻ, ഇത്രയും പൊള്ളുന്ന വിവരങ്ങൾ കേട്ടിട്ടാണോ നിങ്ങൾ അത്ഭുത ചിത്തരാവുന്നത്, നിങ്ങൾ കൊക്കി ചിരിക്കുന്നത്, നിങ്ങളെന്തേ പൊട്ടി കരയാത്തത്? ഖുർആനിലൊരായത്താണ്, അത് റസൂൽ അങ്ങനെ ഓതിക്കൊടുത്തപ്പോൾ സദസ്സ് മൊത്തം അങ്ങ് കരഞ്ഞു. നബി പറഞ്ഞു, സഹാബ രക്ഷപ്പെട്ടു, നിങ്ങളൊക്കെ കരഞ്ഞല്ലോ, നമ്മൾ സലാമത്തായി സഹാബ. അതുപോലെ ഇന്ന് ഈ സദസ്സിൽ കരയാത്തവർ, ഒറ്റ കണ്ണുനീരെങ്കിലും പൊട്ടാത്തവർ കുറവാണ്. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. ഇനി ജീവിതത്തിലൊരു തിരുത്ത് പ്രഖ്യാപിച്ച് ജീവിത വിശുദ്ധി ഉറപ്പാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഒന്ന് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് നന്നാവാൻ വേണ്ടി ശ്രമിക്കുക. ഹാദാ നുസുലുഹും യൗമദ്ദീൻ. ഇത്രയൊക്കെ പറഞ്ഞിട്ട്, നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ അദാബൊക്കെ പറഞ്ഞിട്ട്, പോത്ത് കുടിക്കും പോലെ ഈ വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞിട്ട് അല്ലാഹ് പറയാൻ, ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇത് ഇവരുടെ പ്രഥമ സൽക്കാരാണ് കേട്ടോ. നോക്ക്, പ്രഥമ സൽക്കാരേ അല്ലാഹ് പറയാ, ഇത് നരകത്തേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് കൊടുക്കുന്ന പരിപാടിയാണ്. ഇനിയൊക്കെ കനമുള്ളതൊക്കെ പിന്നെ വരാണ്ട്. എങ്ങനെയുണ്ട്? പ്രഥമ സൽക്കാരം കേട്ടിട്ടാണ് നമുക്ക്
സഹിക്കാൻ കഴിയാത്തത്. ഇനി കനമുള്ളത് വരാണ്ട് എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൻ കയറി വരുമ്പോൾ നമ്മളൊരു വെള്ളം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ചായ, ഒരു ലഘു കടി ഒക്കെ കൊടുക്കും. അതേ പരിപാടിയാണ് ഇത് ഇപ്പം ഈ പറഞ്ഞതൊക്കെ ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇനിയൊക്കെ വലിയതൊക്കെ വരാനുണ്ട്. ഹാദാ നുസുലുഹും യൗമദ്ദീൻ, ഇത് പ്രതിഫല നാളിൽ അവർക്ക് കൊടുക്കാനുള്ള പ്രഥമ സൽക്കാരമാണ്. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ഇവിടെ മഹാനായ അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം, ഇദാ കാന നുസുലഹും, ഇതിവരുടെ പ്രഥമ സൽക്കാരമാണെങ്കിൽ, വഹുവ മാ യുഅദ്ദു ലിന്നാസിരി മിമ്മാ ഹദർ, വിരുന്നുകാരൻ വരുമ്പോൾ എന്താണോ വീട്ടിലുള്ളത് അതാണ് എടുത്തു കൊടുക്കുക. അതാണ് ഈ പ്രഥമ സൽക്കാരം. മുന്നറിയിപ്പില്ലാതെ കയറി വന്ന വിരുന്നുകാരന് വീട്ടിലുള്ളത് കൊടുക്കുക. പിന്നെ ഒരുക്കി തയ്യാറാക്കി ക്ഷേമമായ സദ്യ പിന്നെ കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പ്രഥമ സൽക്കാരം ഇതാണെങ്കിൽ അബൂ സഊദ് ചോദിക്കുക, ഫമാ ലന്നുക ബിമാ ലഹും ബഅദ മസ്തഖറ ലഹുമുൽ ഖറാർ വതുമഅന്നതു ബിഹിമു താറു ഫിന്നാർ വഫീഹി മിനത് തഹക്കുമി ബിഹിം മാ ലാ യഖ്ഫാ. സുബ്ഹാനല്ലാഹ്. ഇതാണ് നരകത്തിലെ സ്ഥിതിയെങ്കിൽ, പ്രഥമ സൽക്കാരെങ്കിൽ, അവരവിടെ താമസം ഉറപ്പിച്ചതിൻ്റെ ശേഷം, വീടൊക്കെ ഉറപ്പിച്ചതിൻ്റെ ശേഷം അവിടെ പിന്നെ അവർക്ക് കിട്ടുന്ന ക്ഷേമമായ സദ്യയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ എന്താ കരുതുന്നത്? അതെത്ര കടുപ്പുണ്ടാകും? പടച്ചോനെ, ഞങ്ങളെ നീ സലാമത്താക്കണേ റഹ്മാനെ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം വനഹ്നു അലാ ദാലിക മിനശ് ഷാഹിദീന ശാകിരീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.